7-ാം അധ്യായം. ഈ 3 അധ്യായങ്ങളെ ആസ്പദമാക്കിയാണ് നമ്മുടെ ഇന്ന് മുതലുള്ള ദൈവവചന പഠന ചിന്തകൾ മുന്നോട്ട് പോകുന്നത്. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ. ഈ 3 അധ്യായങ്ങളെ ബേസ് ചെയ്താണ് നമ്മുടെ പഠനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ 3 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ പഠിപ്പീരനെയാണ് നമ്മൾ ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സർമൺ ഓൺ ദ മൗണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന്റെ ഈ സെയിം പഠിപ്പീര് പാരലലായിട്ട് നമുക്ക് മറ്റൊരു സുവിശേഷത്തിൽ കാണാൻ കഴിയും. അത് ലൂക്കോസിന്റെ സുവിശേഷം ആണ് നമുക്കത് കാണാൻ കഴിയും. 4-ാം അധ്യായം അതിന്റെ 17 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ ഇതിന്റെ പാരലലായിട്ടുള്ള ഒരു ഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ആ പഠിപ്പീരിനെ, അല്ലെങ്കിൽ ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പഠിപ്പീരിനെ നമ്മൾ ഗിരിപ്രഭാഷണം എന്നല്ല പറയുന്നത്, മറിച്ച് അവിടെ നമ്മൾ കാണുന്നത് സർമൺ ഓൺ ദ പ്ലെയിൻ എന്ന സമതലത്തിൽ ഉള്ള യേശു ക്രിസ്തുവിന്റെ പഠിപ്പീര്. അത് ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനെ വിളിക്കുന്നത് സർമൺ ഓൺ ദ പ്ലെയിൻ, അല്ലെങ്കിൽ സമതലത്തിലുള്ള പഠിപ്പീര്. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് പറയുന്നത്, സർമൺ ഓൺ ദ മൗണ്ട്, ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ ഇതിനെ ഗിരിപ്രഭാഷണം എന്ന് വിളിക്കാൻ കാരണം? നമ്മള് ആ ഭാഗം ആദ്യം തുടങ്ങുന്ന സമയത്ത് നമ്മൾ വായിച്ചു കാണാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തു മലയുടെ മുകളിൽ കയറി ഇരുന്ന് തന്റെ ശിഷ്യന്മാരെ എന്ത് ചെയ്യുന്ന പഠിപ്പിച്ച ഭാഗമായതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്, ഗിരിപ്രഭാഷണം. മലയുടെ മുകളിൽ കയറിയിരുന്ന് പഠിപ്പിച്ച ഭാഗമായതുകൊണ്ടാണ് ഇതിന് ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ പഠിപ്പീരാണ് എന്ന് പറയുന്നത് ഗിരിപ്രഭാഷണം. ഏറ്റവും ദൈർഘ്യമേറിയ പഠിപ്പീര്, ഏറ്റവും ദൈർഘ്യമേറിയ മാത്രമല്ല, ഏറ്റവും സുപ്രധാനമായ പഠിപ്പീർ ആണ് ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. ഞാൻ അതിനെ ഒന്നുകൂടെ പറഞ്ഞാൽ കർത്താവിന്റെ പഠിപ്പിക്കലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പഠിപ്പീർ. എന്നാൽ ഏറ്റവും കൂടുതൽ ദൈവജനം അവഗണിക്കുന്നതും ഏതാണ്? ഈ ഒരു ഭാഗം. ഗിരിപ്രഭാഷണം എന്ന ഭാഗമാണ് ഏറ്റവും കൂടുതൽ ദൈവജനം എന്ത് ചെയ്യുന്നത്, അവഗണിക്കുന്നത്. വളരെ വിരളമായിട്ടാണ് ഇതിനകത്ത് നിന്ന് സന്ദേശങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. വളരെ വിരളമായിട്ടാണ് ഇതിനകത്ത് നിന്ന് ദൈവവചന പഠനങ്ങൾ എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ബൈബിൾ ക്ലാസ്സുകളടക്കം നടക്കുന്ന ഒരു സബ്ജക്ട് എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2ാമത് മടങ്ങി വരവ്, അതിന്റെ അനന്തര സംഭവങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ. അത് വേണമെന്നല്ല, വേണം, വളരെ വ്യക്തമാണ്. എങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് പലപ്പോഴും എന്താണ്, വിരളമായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പഠനങ്ങൾ കാണാൻ കഴിയും. എന്നാൽ യേശുക്രിസ്തുവിന്റെ ഏറ്റവും പ്രധാനമായും നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ 3 അധ്യായങ്ങളെ നമ്മൾ പഠിച്ചിട്ട് എന്താണ് ഇതിന്റെ സമ്മറി എന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ ഇതിന്റെ കണ്ടന്റിന്റെ സമ്മറി എന്താണെന്ന് നോക്കിയാൽ നമുക്കതിന് ഇങ്ങനെ പറയാൻ കഴിയും: ദൈവഭരണത്തിന്റെ കീഴിൽ വരുന്ന ഒരു ദൈവ പൈതലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രതീക്ഷയാണ് നമുക്ക് ഈ പ്രഭാഷണം കാണാൻ കഴിയുന്നത്. ഞാൻ ആ വാക്കുകൾ ഒന്നുകൂടെ പറയാം. ദൈവഭരണത്തിന്റെ കീഴിൽ വരുന്ന ഒരു ദൈവ പൈതലിനെ പറ്റിയുള്ള ദൈവത്തിന്റെ പ്രതീക്ഷയാണ് എന്തെന്ന് പറയുന്നത് ഗിരിപ്രഭാഷണം എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ദൈവഭരണത്തിന്റെ കീഴിൽ വരുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് വളരെ വ്യക്തമായി വരച്ചു കാട്ടിയിരിക്കുന്ന 3 അധ്യായങ്ങളാണ് എന്ന് പറയുന്നത് ഗിരിപ്രഭാഷണം. അതുകൊണ്ട് ഇതിനെ മറ്റൊരു പേര് വിളിക്കാം, ഇതൊരു ജീവിത ശൈലിയാണ്, ഇതൊരു ലൈഫ് സ്റ്റൈലാണ്. ദൈവമക്കളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ ആയിരിക്കണം, ദൈവമക്കൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അവരുടെ ജീവിത ശൈലി എങ്ങനാകണം, ഇതിനെയൊക്കെ വളരെ വ്യക്തമായി വരച്ചു കാട്ടിയിരിക്കുന്ന 3 അധ്യായങ്ങളാണ് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ദൈവത്തിന്റെ പ്രതീക്ഷയാണ് നമുക്ക് ഗിരിപ്രഭാഷണത്തിൽ കാണാൻ കഴിയുന്നത്. 2, ഒരു ദൈവപൈതൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. 3, ഇത്
ഒരു ദൈവപൈതലിന്റെ ജീവിത ശൈലിയാകുന്നു. ഈ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 4ാമതൊരു കാര്യം പറഞ്ഞാൽ ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ ഭരണഘടനയാണ്, കോൺസ്റ്റിറ്റ്യൂഷനാണ്. നമുക്കറിയാം എല്ലാ രാജ്യത്തിനും എന്തുണ്ട്? ഒരു ഭരണഘടന ഉണ്ട്. ആ രാജ്യത്തെ പൗരന്മാർ എല്ലാവരും എന്തനുസരിച്ചേ പറ്റും? ആ ഭരണഘടന അനുസരിച്ചേ പറ്റും എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവരാജ്യത്തിന്റെ ഭരണഘടനയാണ് എന്ന് പറയുന്നത് ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. പക്ഷെ ഈ ഭരണഘടനയ്ക്ക് പ്രത്യേകതയുണ്ട്. 1ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഭേദഗതി ചെയ്യുവാൻ കഴിയാത്ത ഭരണഘടന. നമുക്കറിയാം ഈ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം പല സമയങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്? ഭേദഗതി വരുത്താറുണ്ട്. അതിൻ്റെതായ നിയമങ്ങൾ പോളിസിക്ക് അനുസരിച്ച് എന്ത് ചെയ്യാറുണ്ട്? ഭേദങ്ങൾ വരുത്താറുണ്ട്. പക്ഷേ ദൈവരാജ്യത്തിന്റെ ഭരണഘടനയുടെ പ്രത്യേകത ഇത് എന്ത് ചെയ്യത്തില്ല, ഭേദഗതി എന്ത് ചെയ്യത്തില്ല, വരുത്താൻ കഴിയാത്തതാണ്. അതുകൊണ്ട് ഞാൻ അതിനെ ഇങ്ങനെ പറയാം, ഏത് രാജ്യത്താണെങ്കിലും ഏത് സംസ്കാരത്തിലാണെങ്കിലും ഏത് ദേശത്താണെങ്കിലും ദൈവമക്കൾക്ക് ഒരു ഭരണഘടനയുണ്ട്. അത് ദൈവരാജ്യത്തിന്റെ ഈ ഭരണഘടനയാണ്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, സാഹചര്യം മാറുമ്പോൾ ആ സാഹചര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മൾ മാറാറെന്ന് പറയാറുണ്ട്. പക്ഷേ സാഹചര്യത്തിനനുസരിച്ച് മാറാൻ പറ്റുന്നതല്ല ദൈവപൈതലിന്റെ ജീവിത ശൈലി. ജീവിത ശൈലിക്ക് അതിനൊരു നിത്യമായ ഭരണഘടനയുണ്ട്, ഭേദഗതിയില്ലാത്ത ഭരണഘടന. അപ്പൊ ഈ ഭരണഘടനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതെന്താകുന്നു? ഭേദഗതിയില്ലാത്ത ഭരണഘടന. 2ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നിത്യമായ ഭരണഘടനയാണ്. നിത്യമായതാണ് എന്ന് പറയുന്നത് ഈ ഭരണഘടന എന്ന് പറയും. അപ്പോൾ ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ ആ രാജാവിന്റെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ ഭരണഘടനയാണ് എന്ന് പറയുന്നത് ഈ ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഭരണഘടന അനുസരിക്കാത്ത ഒരാൾ ഇവിടെ കിടക്കുകയില്ല സ്വർഗരാജ്യത്തിൽ. വളരെ വ്യക്തമാണ്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം നിങ്ങൾ 7ാം അധ്യായത്തിനെ കടന്നു വരുമ്പോൾ ആ 7ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കുന്നു, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ, അടുത്ത വാക്യം നോക്കി, ജീവങ്ങളിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാത്രേ. അപ്പോൾ കർത്താവ് വളരെ വ്യക്തമായി പറയുകയാണ്, ഈ വാതിലിലൂടെ കടക്കാത്ത ഒരാൾ ഇവിടെ കിടക്കില്ല സ്വർഗരാജ്യത്തിൽ. അപ്പോൾ ഈ ഭരണഘടനയുടെ പ്രത്യേകത എന്ന് പറയാൻ ഞാൻ പറഞ്ഞു, ഭേദഗതിയില്ല. അവിടെ ആർക്കും വരുത്താൻ കഴിയുന്ന ഭേദഗതി എന്നാന്ന് ചോദിച്ചാൽ ദൈവരാജ്യത്തിന്റെ കീഴിൽ വരുന്ന ഒരു വ്യക്തി ഈ ഭരണഘടന അനുസരിച്ചേ പറ്റും. പറ്റത്തില്ല എങ്കിൽ കർത്താവ് അണ്ടർലൈൻ ചെയ്ത് പറയുന്ന കാര്യമുണ്ട്, എവിടെ കിടക്കുകയില്ല, സ്വർഗരാജ്യത്തിൽ കിടക്കുകയില്ല. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്, ടിക്കറ്റിൽ വിസ എടുത്തിരുന്നിട്ട് ഒരു കാര്യമില്ല, പ്രമാണം അനുസരിച്ചില്ലെങ്കിൽ എവിടെ കിടക്കുകയില്ല, സ്വർഗരാജ്യത്തിൽ എന്ത് ചെയ്യത്തില്ല. ഈ ടിക്കറ്റ് വിസ എന്താ നമുക്ക് മനസ്സിലായി വിശ്വസിക്കുക, രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു അടുത്ത പടി നേരെ സ്വർഗരാജ്യത്തിൽ കിടക്കാമെന്ന് ചിന്തിച്ചാൽ വെറുതെയാണ്. എന്നാൽ സ്വർഗരാജ്യത്തിൽ കിടക്കാൻ ഇത് ആവശ്യമാണ്. അത് ചെയ്തു കഴിഞ്ഞവർ വളരെ വ്യക്തമായി ചെയ്യേണ്ടത് ഈ ഭരണഘടന എന്ത് ചെയ്യണം, അനുസരിച്ചേ മതിയാകും. അതുകൊണ്ടാണ് ഭേദഗതി ഇല്ലാത്ത ഭരണഘടന, നിത്യമായ ഭരണഘടന എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇതിനെ എല്ലാം കൂടെ ഒന്ന് എടുത്തു വെച്ച ഒരു സമ്മറി ആയിട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാം, ഈ 3 അധ്യായം എന്ന് പറയുന്നത് ഒരു യേശുക്രിസ്തുവിന്റെ ശിഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് എന്ന് പറയുന്നത് ഗിരിപ്രഭാഷണം എന്നുള്ളത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ ശിഷ്യൻ എങ്ങനെയാകണം, അവൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നു അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഗിരിപ്രഭാഷണം നമ്മൾ പഠിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ. വലം കൈ കൊടുക്കുന്നത് ഇടം കൈ എന്ത് ചെയ്യരുത്, അറിയരുത്. നമ്മുടെ നിയമങ്ങൾ മുന്നോട്ട് നോക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്ത് ജീവിക്കാൻ കഴിയുമെന്നുള്ളത്.
ഞാൻ ഈ ക്ലാസിന്റെ തുടക്ക സമയത്ത് തന്നെ ഒരു കാര്യം പറയാം. മാനുഷികമായി നമുക്കിതൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇവിടെയാണ് ദൈവമക്കൾ ഈ ക്ലാസിന്റെ ആദ്യ സമയം മുതൽ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം. കർത്താവേ, ആത്മാവിന്റെ ശക്തി എന്റെ മേൽ പകരണം. ദൈവശക്തി ഇല്ലാതെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ഇത് പ്രകാരം ജീവിക്കാൻ. അതുകൊണ്ട് നമ്മൾ വളരെ വ്യക്തമായി ദൈവസന്നിധി ഇതിന്റെ തുടക്ക സമയങ്ങളിൽ തന്നെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഇതാണ്: കർത്താവേ, ഇത് കേൾക്കുന്നവരായി മാത്രം തീരരുത്, മറിച്ച് ഇത് പ്രകാരം ജീവിപ്പാണ് ഒരു ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കണം. നമ്മൾ പലത് കേൾക്കുന്നു, അനേക പ്രസംഗങ്ങൾ കേൾക്കുന്നു, അനേക ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു. അതിനകത്ത് അല്ല അർത്ഥം, മറിച്ച് നമ്മളത് അനുസരിക്കുന്നുണ്ടോ എന്നേ ഉള്ളൂ എന്നാണ് ഏറ്റവും വലിയ ചോദ്യം. കേൾവിക്കാരായി മാത്രം നമ്മൾ ആകരുത്, മറിച്ച് ദൈവവചനത്തിൽ എന്ത് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ ശാന്തമായി ഈ കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ട പ്രാർത്ഥന: കർത്താവേ, ഇത് പ്രകാരം ജീവിക്കാനുള്ള കൃപ എനിക്ക് എന്ത് ചെയ്യണം, തരണം. ഇത് പ്രകാരം അനുസരിക്കാനുള്ള കൃപ എനിക്ക് എന്ത് ചെയ്യണം, തരണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ഗിരിപ്രഭാഷണം ഞാൻ പറഞ്ഞു, ഇത്രയും നേരം പറഞ്ഞതിനകത്ത് നമുക്ക് നോക്കി രണ്ട് പദങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ ഇത്രയും നേരം പറഞ്ഞതിനകത്ത്. ഒന്നാമത്തെ ഒരു പദമാണ് ദൈവഭരണത്തിന്റെ കീഴിലുള്ള, അതൊരു പ്രധാനപ്പെട്ട പദമാണ്. രണ്ടാമത്തെ ഒരു പദമാണ് ശിഷ്യന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ ഗിരിപ്രഭാഷണത്തിൽ ഈ രണ്ട് പദങ്ങളെ ചേർത്ത് വെച്ച് പറഞ്ഞാൽ ദൈവഭരണത്തിന്റെ കീഴിലുള്ള ശിഷ്യന്മാർ എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം. ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്തു. ദൈവഭരണത്തിന്റെ കീഴിലുള്ള ശിഷ്യന്മാർ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. നിങ്ങൾ ആ ഒരു ഭാഗം ഇതാണ് ഗിരിപ്രഭാഷണം എന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഓർപ്പിച്ചു, മത്തായിയുടെ സുവിശേഷത്തിലാണ് നമുക്ക് എന്ത് കാണാൻ കഴിയുന്നത്, ഗിരിപ്രഭാഷണം നമുക്ക് എന്ത് ചെയ്യുന്നത് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആ ഗിരിപ്രഭാഷണത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് മത്തായിയുടെ സുവിശേഷം എന്താണ് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ അതിന്റെ ആ ഉള്ളടക്കത്തിലേക്ക് നമുക്ക് കടക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. 28 അധ്യായങ്ങളുള്ളതാണ് മത്തായിയുടെ സുവിശേഷം. ഒറ്റ സുവിശേഷം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ആ സുവിശേഷത്തെ 4 വീക്ഷണത്തിൽ 4 സുവിശേഷന്മാരെ ചെയ്തിരിക്കുക. ഞാൻ ആ വാക്കുകൾ വളരെ വ്യക്തമായി പറഞ്ഞത്. സുവിശേഷം ആരുടെ സുവിശേഷം? യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ആ സുവിശേഷത്തെ 4 സുവിശേഷകന്മാർ 4 വീക്ഷണത്തിൽ എഴുതിയിരിക്കുക. മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ യഹൂദന്മാരുടെ രാജാവായിട്ട് പറഞ്ഞിരിക്കുക. മത്തായിയുടെ സുവിശേഷം നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിനെ ദൈവത്തിന്റെ ദാസനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ദാസന്മാർക്ക് പഠിപ്പീര് കുറവാണ്. മറിച്ച് ദാസന്മാർ എന്താ ചെയ്യേണ്ടത്? ദാസന്മാർ യജമാനൻ എന്താണോ പറയുന്നത് അതെന്ത് ചെയ്യണം. ഞാൻ അതിനെ ഒന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞ എക്സാമ്പിൾ, നിങ്ങളുടെ വീട്ടിൽ ഒരു മെയ്ഡ് സെർവന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ സെർവന്റ് നാളെ മുതൽ നിങ്ങളെ ഉപദേശിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ എന്താ പറയും? നിങ്ങൾ പറയും, കൂടുതൽ ഉപദേശിക്കൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് പറയുന്നത് എന്ത് ചെയ്താൽ മതി, കേട്ടാ മതി. ദാസന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ആര് പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ്. അപ്പൊ മർക്കോസിന്റെ സുവിശേഷം നോക്കിയേ, മർക്കോസിന്റെ സുവിശേഷം നമുക്ക് പഠിപ്പീരിനെക്കാട്ടിലും കൂടുതൽ കാണാൻ കഴിയുന്ന യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ്. കാരണം ദൈവത്തിന്റെ ദാസനായി നിന്നുകൊണ്ട് ആര് പ്രവർത്തിക്കുക? യേശു എന്ത് ചെയ്യുക? പ്രവർത്തിക്കുക. ഞാൻ അതിനെ പലപ്പോഴും പറയാറുണ്ട്. ഈ മർക്കോസിന്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ നോക്കിയാൽ ആദ്യം ഗലീലയിലുള്ള തന്നെ പ്രവൃത്തിയെ കാണാൻ കഴിയും, അതിനുശേഷം ബോട്ടിലുള്ള തന്നെ പ്രവൃത്തിയെ കാണാൻ കഴിയും, അതിനുശേഷം കഴുതകളത്ത് കയറി എന്ത് ചെയ്തു. പലപ്പോഴും ഈ 3 പദങ്ങൾ കൊണ്ട് മർക്കോസിന്റെ സുവിശേഷം അവസാനിപ്പിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ആ മർക്കോസിന്റെ സുവിശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിന്റെ എന്താ ശുശ്രൂഷകൾ, ശുശ്രൂഷകൾ. അതുകൊണ്ടാണ് മർക്കോസ് തുടങ്ങുന്നത് പോലും യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ആദ്യം എന്ന് പറഞ്ഞാൽ ഇൻ ദ ബിഗിനിങ് എന്നാ പറയാൻ തുടങ്ങുന്നത്. ഇൻ ദ ബിഗിനിങ്, ആദ്യം എന്ന് പറയുന്നത് നമ്മൾ ദൈവവചനം പഠിക്കും 3 സ്ഥലങ്ങളിൽ പ്രധാനമായിട്ട് കാണാൻ കഴിയും. ഒന്നാമത്തെ എന്ന് പറയുന്നത് മർക്കോസിന്റെ സുവിശേഷം. നിങ്ങളൊന്ന് വായിച്ചേ, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. അവിടെ ഇങ്ങനെ നമ്മൾ കാണുന്നത് മർക്കോസിന്റെ 1-ാം അധ്യായം, ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. ഇൻ ദ ബിഗിനിങ്, ആരംഭം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന്, ആരംഭത്തെ പറ്റി കാണാൻ കഴിയും. രണ്ടാം നമുക്ക് കാണാൻ കഴിയുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിലാണ്. അവിടെ ഇങ്ങനെ ആദിയിൽ അറിയാവുന്ന ചേർന്ന് പറഞ്ഞേ, വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട്
കൂടെയായിരുന്നു, വചനം. അപ്പൊ അവിടെ ഒരു ആദ്യം നമുക്ക് കാണാൻ കഴിയും. പിന്നെ കാണാൻ കഴിയുന്നത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിലാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഈ മൂന്ന് സ്ഥലങ്ങളിൽ നമുക്ക് ഇൻ ദ ബിഗിനിങ് എന്ന പദം നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് സൃഷ്ടിയുടെ ആരംഭത്തെ പറ്റിയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ എന്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മർക്കോസിന്റെ സുവിശേഷം നമ്മൾ കാണാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ പ്രാരംഭത്തെ പറ്റി എന്ത് ചെയ്യാം പറയാം. എന്നാൽ യോഹന്നാൻ ഇവരെ രണ്ടുപേരെയും ബാക്കി നിർത്തിക്കൊണ്ട് പറയുക, സൃഷ്ടിക്കും മുൻപേ ഒരുവനുണ്ടായിരുന്നു, അവന്റെ പേരാണ് കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ യോഹന്നാൻ ഉൽപ്പത്തി പുസ്തകത്തിനും പുറകിലാവുന്നത് എന്ന് പറയുക, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ആരായിരുന്നു. അപ്പം ഈ ദൈവം, നിങ്ങൾ ഈ പറയുന്ന ഈ യേശുക്രിസ്തു ആരാന്നറിയാമോ? സൃഷ്ടിക്കും മുൻപേ സൃഷ്ടിപ്പുകളെ സൃഷ്ടിച്ച കർത്താവായ ദൈവമാണ് ആര്? ഈ യേശു എന്ന് യോഹന്നാൻ എന്ത് ചെയ്യാം. ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ ഉദ്ദേശം, മർക്കോസിന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് മർക്കോസ് പറയുക, യേശുക്രിസ്തു ആരാന്നറിയാമോ? ദൈവത്തിന്റെ ദാസൻ. അപ്പോൾ മത്തായിയുടെ സുവിശേഷം പറയുന്നത് രാജാവായിട്ട് ചിത്രീകരിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം നമ്മൾ കാണുന്നത് യേശുവിനെ ആരായിട്ട് ചിത്രീകരിക്കുന്നു? ദാസനായിട്ട് ചിത്രീകരിക്കുന്നു. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കവിടെ കാണുന്നത് അവൻ പൂർണ്ണ മനുഷ്യനായിട്ട്, ഒരു പെർഫെക്റ്റ് മാൻ ആയിട്ടാണ് ആരെ ചിത്രീകരിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നത്. പൂർണ്ണ മനുഷ്യൻ, പെർഫെക്റ്റ്. ഇംഗ്ലീഷിൽ അപ്പുറം കേട്ടോ, പെർഫെക്റ്റ് മാൻ ആയിട്ടാണ് കർത്താവായ യേശുക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നത് ദൈവത്തിന്റെ പുത്രനാണ്, സൺ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പുത്രനായിട്ട് എന്ത് ചെയ്യുക. അപ്പോൾ യേശുക്രിസ്തുവിനെ ഉള്ള സുവിശേഷം എന്ത് ചെയ്യുക? 4 വീക്ഷണത്തിൽ എന്ത് ചെയ്തിരിക്കുക, എഴുതിയിരിക്കുക. അപ്പോൾ മത്തായിയുടെ സുവിശേഷമാണല്ലോ നമ്മുടെ ചിന്താ വിഷയം. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് 28 അധ്യായങ്ങൾ. ഈ 28 അധ്യായങ്ങളിലെ നമുക്ക് പ്രധാനമായിട്ട് പല രീതിയിൽ അതിനെ പഠിക്കാൻ കഴിയും. എങ്കിലും നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ വേഗത്തിൽ നമ്മൾ പഠിച്ചാൽ 3 ആയിട്ട് നമുക്ക് തരംതിരിച്ച് പഠിക്കാൻ കഴിയും. 3 ആയിട്ട് നമുക്ക് മത്തായിയുടെ സുവിശേഷം പഠിക്കാൻ കഴിയും. ഒന്ന്, അതിന്റെ 1ഉം 2ഉം അധ്യായങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ യേശുക്രിസ്തുവിന്റെ ജനനം, ഇതൊക്കെയാണ് നമുക്ക് 1-2 അധ്യായങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ 3 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഗലീലയിലെ യേശുവിന്റെ ശുശ്രൂഷയാണ് പ്രധാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്, കാണാനായിട്ട് കഴിയുന്നത്. 3 മുതൽ 18 വരെയുള്ള അധ്യായം. ഇത് നമുക്ക് എളുപ്പം ഓർത്തിരിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ അധ്യായങ്ങൾ നമ്മൾ പറഞ്ഞാൽ ഒരിക്കലും ഓർത്തിരിക്കുന്നില്ല. എങ്കിൽ ഇത് വേഗത്തിൽ ഓർക്കാം. 3 മുതൽ 18 വരെയുള്ള ആ അധ്യായങ്ങൾ നമ്മൾ കാണുന്നത് ഗലീലയിലെ യേശുവിന്റെ ശുശ്രൂഷയാണ്. എന്നാൽ 19 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ അധ്യായങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് യഹൂദയിലുള്ള കർത്താവായ യേശുവിന്റെ ശുശ്രൂഷ. അപ്പോൾ നോക്കിയേ, 28 അധ്യായങ്ങൾ എത്ര ആയിരിക്കാം? 3 ആയിട്ട്. 1-2 അധ്യായങ്ങൾ എന്ത് പറയുന്നു? ജനനം പറയുന്നു. 3 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ എന്ത് പറയുന്നു? ശുശ്രൂഷ. എവിടെ ഉള്ളത്? ഗലീലയിലുള്ളത്. അവസാനം 19 മുതൽ 28 അധ്യായങ്ങൾ നമ്മൾ എന്ത് കാണുന്നു? ശുശ്രൂഷ. എവിടെ ഉള്ളത്? യഹൂദയിൽ. അപ്പൊ വേഗത്തിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യും? 28 അധ്യായങ്ങൾ നമുക്ക് ഈ ഒരു 3 ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, നിർത്തി ചിന്തിക്കുവാനായിട്ട് കഴിയും. ഇനി അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത്, മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 60% ഈ മത്തായിയുടെ സുവിശേഷത്തിന്റെ അകത്തെ 60% എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ പഠിപ്പീരം. 28 അധ്യായങ്ങളുടെ കണ്ടന്റിനെ, ഉള്ളടക്കത്തെ നമ്മൾ മുഴുവനായിട്ട് എടുത്ത് പഠിച്ചാൽ 60% കണ്ടന്റ് തന്നെ, ഉള്ളടക്കം എന്താണ്? യേശുക്രിസ്തുവിന്റെ പഠിപ്പീരുകളാണ്. യേശുക്രിസ്തുവിന്റെ പഠിപ്പീരുകളാണ് 60% കണ്ടന്റ്. ആ പഠിപ്പീരുകളിൽ പ്രധാനമായും 5 പഠിപ്പീരുകളുണ്ട്. 5 പ്രധാനപ്പെട്ട പഠിപ്പീരുകൾ. ഈ 5 പ്രധാനപ്പെട്ട പഠിപ്പീരുകളെ വിളിക്കുന്നത് 5 തൂണുകളാണ്. മത്തായിയുടെ സുവിശേഷത്തിനകത്തെ 5 തൂണുകൾ എന്നുള്ളതാണ് ഈ 5 പഠിപ്പീരിനെ വിളിക്കുന്നത്. അപ്പോ നമുക്ക്, ഞാൻ എന്റെ ഭാഷയിൽ ഇങ്ങനെ പറയാം, ഈ 5 തൂണുകളെ കോർത്തിണക്കിയ സുവിശേഷമാണ് എന്ന് പറയുന്നത് മത്തായിയുടെ 5 പഠിപ്പീരുകൾ. ഈ 5 പഠിപ്പീരുകൾ എന്ത് ചെയ്യാം, കോർത്തിണക്കിയ ഒരു സുവിശേഷമാണ് എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം. ഇനി ഏതൊക്കെയാണ് ഈ 5 തൂണുകൾ?
ഒന്നാമത്തെ തൂണ് മത്തായിയുടെ സുവിശേഷം 5, 6, 7 ഏതാണ്? നമ്മൾ ചിന്തിക്കുന്ന ഗിരിപ്രഭാഷണം. അതാണ് ഒന്നാമത്തെ തൂണ്. മത്തായിയുടെ സുവിശേഷം 5, 6, 7 ഒന്നാമത്തെ ഏത്. ഞാനിത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾ നല്ലൊരു ഭൂരിപക്ഷം ആൾക്കാർ ഇത് എഴുതിയെടുക്കുന്നുണ്ടെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പയ്യെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. രണ്ടാമത്തെ തൂൺ എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം. 10-ാം അധ്യായം നമ്മൾ കാണുന്നത് ദൈവരാജ്യത്തിന്റെ പ്രഘോഷണം. ദൈവരാജ്യത്തിന്റെ പ്രഘോഷണം. ഈ മത്തായിയുടെ സുവിശേഷം 5, 6, 7 ഗിരിപ്രഭാഷണം എന്ന് പറയുമ്പോൾ പോലും നമുക്ക് അവിടെ അതിനെ ഇങ്ങനെ പറയാം, ഒരു കണ്ടിന്യൂഷൻ കിട്ടാനായിട്ട് നമുക്ക് അതിനെ ഇങ്ങനെ പറയാം, ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾ എന്ന് പറയാം. ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾ, അതാണ് ഒന്നാമത്തെ തൂണ്. രണ്ടാമത്തെ തൂണ് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം. അവിടെ നമ്മൾ കാണുന്നത് ദൈവരാജ്യത്തിന്റെ പ്രഘോഷണം, പ്രീച്ചിങ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. പ്രഘോഷണം എന്നുള്ളതാണ് രണ്ടാമത് കാണാൻ കഴിയുന്നത്. എന്നാൽ മൂന്നാമത്തെ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ വളർച്ചയാണ്. അത് 13-ാം അധ്യായമാണ്. ദൈവരാജ്യത്തിന്റെ വളർച്ച, ഗ്രോത്ത് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അവിടെ നമ്മൾ കാണുന്ന 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ദൈവരാജ്യത്തെ പറ്റി എങ്ങനെ പഠിപ്പിക്കുന്നു? ഉപമകൾ കൊണ്ട് എന്ത് ചെയ്യുക? ഉപമകളാൽ എന്ത് ചെയ്യാം? ദൈവരാജ്യത്തെ പറ്റി പഠിപ്പിക്കുക. അപ്പൊ മൂന്നാമത്തെ എന്താണ്? ദൈവരാജ്യത്തിന്റെ വളർച്ചയാണ്. 18-ാം അധ്യായമാണ് അടുത്തത്. അവിടെ നമ്മൾ കാണുന്നത് ദൈവരാജ്യത്തിന്റെ കൂട്ടായ്മ. ദൈവരാജ്യത്തിന്റെ കൂട്ടായ്മ. അപ്പോൾ 4 തൂണുകൾ നമ്മൾ ചിന്തിച്ചു. 1 ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾ, 2 ദൈവരാജ്യത്തിന്റെ പ്രഘോഷണം, 3 ദൈവരാജ്യത്തിന്റെ വളർച്ച, 4 ദൈവരാജ്യത്തിന്റെ കൂട്ടായ്മ. 5-ാമത്തെ തൂണ് മത്തായിയുടെ സുവിശേഷം 24, 25 അധ്യായങ്ങളാണ്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവരാജ്യത്തിന്റെ പൂർത്തീകരണമാണ്. ദൈവരാജ്യത്തിന്റെ പൂർത്തീകരണം. അപ്പോൾ ഇങ്ങനെ 5 തൂണുകൾ. ഈ 5 തൂണുകളെ കോർത്തിണക്കിയ ഒരു സുവിശേഷമാണ് എന്ന് പറയുന്നത് മത്തായിയുടെ. ആ തൂണുകൾ ഒന്നാമത്തെ തൂണ് ഏതാണ്? പ്രഭാഷണം, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾ. ഇനി നിങ്ങൾ ഈ 5 തൂണുകൾ എടുത്തു നോക്കി. ഈ 5 തൂണുകളുടെ പ്രധാന വിഷയം എന്താ? കേന്ദ്ര വിഷയം എന്താ? കേന്ദ്ര വിഷയം ഒറ്റ വിഷയമാണ്, ദൈവരാജ്യം. ദൈവരാജ്യം എന്ന വിഷയമാണ്. ദൈവരാജ്യം എന്ന വിഷയത്തിലാണ് ഈ സകലം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ദൈവരാജ്യത്തിന്റെ കീഴിൽ വരുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയും ജീവിക്കാൻ എന്തില്ല? അവകാശമില്ല. ദൈവരാജ്യത്തിന്റെ കീഴിൽ വരുന്ന ദൈവമക്കൾ ആ നിയമങ്ങൾ എന്ത് ചെയ്തിരിക്കണം? അനുസരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു. ഒന്ന്, നമ്മൾ പ്രധാനമായിട്ട് ചിന്തിച്ചത് എന്താണ് ഗിരിപ്രഭാഷണം. നമ്മൾ എന്ത് ചെയ്തു? ചിന്തിച്ചു. 4-5 പോയിന്റുകൾ നമ്മുടെ മനസ്സിലേക്ക് തീരുമാനിച്ചു. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് മത്തായിയുടെ സുവിശേഷത്തെ പറ്റി നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് ചിന്തിക്കാനായിട്ട് ഇടയായത്. ഇനി നമ്മൾ ആ ഗിരിപ്രഭാഷണത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുക. അപ്പൊ ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൂർണ്ണമായി കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലെത്തിയെങ്കിൽ നമുക്ക് അടുത്തുള്ള ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഈ ഗിരിപ്രഭാഷണത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. അതാണ് ഗിരിപ്രഭാഷണത്തിന്റെ പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമുക്ക് എന്തിനെ വ്യാഖ്യാനിക്കേണ്ടത്? ഗിരിപ്രഭാഷണം ചെയ്യേണ്ടത്, വ്യാഖ്യാനിക്കേണ്ടത്. ഞാൻ അവിടെ നിന്നുകൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കട്ടെ. നമ്മൾ ദൈവവചനത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അത് എവിടെ നിന്ന് വായിക്കണം? അതിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് എന്ത് ചെയ്യണം? വ്യാഖ്യാനിക്കണം. ആ പശ്ചാത്തലത്തിൽ നിന്ന് വ്യാഖ്യാനിച്ചെങ്കിൽ മാത്രമേ എന്താണ് ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന യഥാർത്ഥ അർത്ഥം എന്ത് ചെയ്തു മനസ്സിലാകുകയുള്ളൂ. ഓദർ ഇന്റൻഡഡ് മീനിങ്, അതായത് എഴുത്തുകാരൻ ഉദ്ദേശിച്ച അർത്ഥം എന്തെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ എന്ത് ചെയ്യണം? ആ പശ്ചാത്തലത്തിൽ എന്ത് ചെയ്യണം? വ്യാഖ്യാനിക്കണം. അപ്പോൾ ഗിരിപ്രഭാഷണത്തിന്റെ പശ്ചാത്തലം നമുക്ക് കാണാൻ കഴിയുന്നത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 17-ാം വാക്യം. അവിടെ എങ്ങനെയാ കാണുന്നത്? അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുകയും എന്നെന്ത് ചെയ്തു? പ്രസംഗിച്ച്. അപ്പൊ യേശു ക്രിസ്തു പ്രസംഗിച്ചു തുടങ്ങിയ ഉണ്ടോ? ആ പ്രസംഗത്തിന്റെ കണ്ടിന്യൂഷൻ അവിടെ കാണാൻ കഴിയും. നമുക്ക് 5-ാം അധ്യായത്തിലെ ഗിരിപ്രഭാഷണം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്? കാണാനായിട്ട് കഴിയും.
അന്ന് മുതൽ യേശു പ്രസംഗിച്ചു മാനസാന്തരപ്പെടും. കാരണം എന്നാ? സ്വർഗരാജ്യം എന്ത് ചെയ്തിരിക്കുക? സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുകയും. അപ്പൊ ഗിരിപ്രഭാഷണത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് തന്നെ ഏതാ? മാനസാന്തരം. നമ്മൾ മാനസാന്തരപ്പെട്ട ഒരു വിധിയിന് നമ്മൾ ദിനത്തോറും എന്ത് ചെയ്തിരിക്കുക? നമ്മൾ വിശദീകരണം നടന്നോടെ ദൈവത്തിൽ ഇരിക്കുക. അപ്പൊ ഗിരിപ്രഭാഷണത്തിന്റെ പശ്ചാത്തലം എന്താണ്? മാനസാന്തരം. ആ മാനസാന്തരം എന്ന പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? ഈ ഗിരിപ്രഭാഷണത്തെ എന്ത് ചെയ്യുന്നത്? ആ പശ്ചാത്തലത്തിൽ നിന്ന് വ്യാഖ്യാനിച്ചെങ്കിൽ മാത്രമേ അതിന്റെ ആ ബാക്കി ഭാഗങ്ങൾ നമുക്ക് യഥാർത്ഥ അർത്ഥം ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് എന്ത് ലഭിക്കും? ആശ്വാസം ലഭിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനെ ഭൗതികവൽക്കരിച്ച് നമ്മൾ കർത്താവ് പോലും കാണാത്ത അർത്ഥങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറയാൻ കഴിയും. പക്ഷെ ഇതിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് പറയുമ്പോൾ മാത്രമേ അതിന്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം മാനസാന്തരപ്പെടുക എന്നുള്ളതാണ് എന്ന് പറയുന്നത് ഇതിന്റെ പശ്ചാത്തലം. ഞാനിത് ക്ലാസ്സുകളായതുകൊണ്ടാണ് പല തവണ റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ ആദ്യം കിട്ടുന്നവരൊന്ന് ക്ഷമിക്കുക. കിട്ടാത്തവരുണ്ടെന്ന് എനിക്കറിയാം. അവർക്കും കൂടെ ഒക്കെ നമ്മളൊക്കെ ഒരുമിച്ച് നമ്മൾ പോകേണ്ടത് കൊണ്ടാണ് അത് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ മാനസാന്തരം. അപ്പം ഈ മാനസാന്തരപ്പെട്ട ഒരുവന്റെ ജീവിതത്തിൽ മാറ്റേണ്ട ജീവിതശൈലിയാണ് ഏത്? അപ്പൊ മാനസാന്തരപ്പെടാൻ കേട്ടിട്ടുണ്ട്. മാനസാന്തരപ്പെട്ട ഒരുവന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആ ജീവിതശൈലിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം. ഇതിന്റെ കീ വേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ മുഖ്യമായ വാക്യം എന്ന് പറയുന്നത്, അതിന്റെ താക്കോൽ വാക്യം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 20-ാം വാക്യം. ഗിരിപ്രഭാഷണത്തിന്റെ താക്കോൽ പദം ഏതാ? വാക്യം ഏതാണെന്ന് വെച്ചാൽ 5:20. അവിടെ ഇങ്ങനെ കഴിയുന്നത്, നിങ്ങളുടെ നീതി ശാസ്ത്രന്മാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ എവിടെ കിടക്കുകയില്ല. അപ്പോൾ ഒരു കാര്യം ആദ്യം തന്നെ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞു, ഈ നിയമം അനുസരിക്കാതെ എവിടെ കിടക്കുകയില്ല? സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുകയില്ല. മാനസാന്തരപ്പെടാത്തവർ എവിടെ കിടക്കുകയില്ല? സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുകയില്ല. താക്കോൽ വാക്യത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ നീതി പരീക്ഷന്മാരുടെ ശാസ്ത്രന്മാരുടെ നീതിയെ കവിയുന്നില്ല എങ്കിൽ എവിടെ കിടക്കുകയില്ല. ഞാൻ ആ വാക്യത്തെ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മുടെ ആ സമയങ്ങൾ വരുമ്പോൾ. അപ്പൊ വളരെ വ്യക്തമാണ് മാനസാന്തരപ്പെടുക എന്നുള്ളത് എന്താണ്? വളരെ വ്യക്തമാണ്. ഈ ദൈവരാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് പറയുന്നത് മാനസാന്തരം. വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മാനസാന്തരം. പ്രത്യേകിച്ച് കർത്താവായ യേശു ക്രിസ്തു ഇത് യഹൂദന്മാരോട് പറയുമ്പോൾ അതിന്റെ പുറകിൽ പശ്ചാത്തലം. അതിന്റെ പുറകിലുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത്, യഹൂദന്മാർ വിശ്വസിച്ചിരുന്നത് പുറത്തുള്ള മതഭക്തി കൊണ്ട്, മതത്തിന്റെ ആചാരങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ആരെ പ്രീതിപ്പെടുത്താം? ദൈവത്തെ എന്ത് ചെയ്യാം? പുറത്തുള്ള മതഭക്തി, പുറത്തുള്ള മതാചാരങ്ങൾ, ഇങ്ങനെയുള്ള രീതികളാൽ, പല രീതികളെ നമുക്ക് ആരെ പ്രീതിപ്പെടുത്താം? ദൈവത്തെ എന്ത് ചെയ്യാം? അതുകൊണ്ട് പരീക്ഷന്മാരുടെ ശാസ്ത്രന്മാരുടെ ഒക്കെ ജീവിതം നോക്കിയാൽ അവര് ആ പുറമെയുള്ള ഭക്തി എന്ത് ചെയ്തിരിക്കുക? മതഭക്തി വളരെ വ്യക്തമായി എന്ത് ചെയ്തിരിക്കുക? കാണിക്കുക. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ കർത്താവ് പറയുക, ഇതും കൊണ്ടൊന്നും ആരെ പ്രീതിപ്പെടുത്താൻ കഴിയത്തില്ല, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ. എന്റെ ഭാഷ ഒന്നും കൂടെ പറഞ്ഞാൽ, ഇതും കൊണ്ടൊന്നും സ്വർഗരാജ്യത്തിൽ കയറാൻ പിന്നെ എന്നാ ചെയ്യേണ്ടത്? ഒറ്റ മാർഗ്ഗമുള്ളൂ, മാനസാന്തരം. നിങ്ങൾക്ക് പശ്ചാത്തലം മനസ്സിലായി വിശ്വസിക്കുക. പരീക്ഷന്മാരും ശാസ്ത്രന്മാരും അവരുടെ ആ മത അനുസാരങ്ങൾ കൊണ്ട് അവർ ആരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുക? ദൈവത്തെ എന്ത് ചെയ്യുക? ബാഹ്യമായ പ്രകടനങ്ങൾ കൊണ്ട് ആരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുക? ദൈവത്തെ എന്ത് ചെയ്യുക? പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുക. പക്ഷെ വളരെ വ്യക്തമായി കഥ പറയുകയാണ്, ഈ ഒരു പ്രകടനത്തിനും ആരും പ്രസാദിക്കുകയില്ല. ദൈവം പ്രസാദിക്കുന്ന ഒറ്റ കാര്യമുണ്ട്, എന്ത് ചെയ്യണം? എന്ത് മാനസാന്തരം? ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ,
ദൈവത്തിങ്കിലേക്ക് തിരിയണം. ദൈവത്തിങ്കിലേക്ക് എന്ത് ചെയ്യണം? അപ്പം ദൈവത്തിങ്കിലേക്ക് തിരിയാത്ത ഒരുവന്റെ ജീവിതത്തെ ദൈവം എന്ത് ചെയ്തില്ല? മനസ്സുകൊണ്ട് ദൈവത്തിനോട് തിരിയാത്ത ഒരുവൻ എത്ര കടന്ന്, ഞാൻ ബാക്കി പോയിട്ടല്ലോ, എത്ര കടന്ന് ആമീൻ സ്വതന്ത്രം പറഞ്ഞെന്ന് പറഞ്ഞാലും, എത്ര വലിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും അംഗീകരിക്കില്ല. ദൈവം അംഗീകരിക്കില്ല. ആരിലേക്ക് ഹൃദയം കൊണ്ട് തിരിയണം? ദൈവത്തിലേക്ക്. ഇവരുടെ പ്രത്യേകത പാരമ്പര്യം പറയാൻ ഇഷ്ടം പോലെ എന്തുണ്ട്? ആർക്കുണ്ട്? ഇവർക്ക് ന്യായപ്രമാണം മുഴുവൻ അറിയാവുന്ന ആൾക്കാർ. അയ്യോ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വചനം ഇത്ര അറിയാവുന്ന ആൾക്കാർ. പിന്നെ ഒന്നുകൂടെ പറഞ്ഞാൽ അറിയാൻ മാത്രമല്ല, അതുപോലെ അനുസരിക്കാനൊക്കെ എന്ത് ചെയ്യാം? 10 പേരുടെ മുന്നിൽ പ്രാർത്ഥിക്കുന്ന സമയം കൈവൊക്കെ എന്ത് ചെയ്യും? അത് പറയണം, ഞാൻ ആരാ? അപ്പൊ ഇതും കൂടെ ഇവര് വിചാരിക്കുന്നില്ല ദൈവം ഞങ്ങൾ എന്ത് ചെയ്യാം? ഈ കൂട്ടരെ കർത്താവ് കപടഭക്തിക്കാരൻ എന്ത് ചെയ്തു? കർത്താവ് പറയാ, ഇതും കൊണ്ട് സ്വർഗരാജ്യത്തിൽ കിടക്കാൻ, ദൈവരാജ്യത്തിൽ കിടക്കാൻ കഴിയത്തില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? ദൈവരാജ്യത്തിൽ കിടക്കണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തിലേക്ക് മനസ്സ് തിരിയണം. ഞാനതൊന്നുകൂടെ ചേർത്ത് പറയാം. പെന്തിക്കോസി ജനിച്ചെന്ന് പറഞ്ഞ് സ്വർഗരാജ്യത്തിൽ കിടക്കത്തില്ല. പാസ്റ്റർ മോനായിട്ട് ജനിച്ചെന്ന് പറഞ്ഞ എവിടെ കിടക്കത്തില്ല? ആ സ്വർഗരാജ്യത്തിൽ കിടക്കത്തില്ല. സ്വർഗരാജ്യത്തിൽ കിടക്കുന്ന ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഹൃദയം കൊണ്ട് ദൈവത്തിലേക്ക് എത്തിയാണ്. ഇനി അത് എത്ര വലിയ കൂടിയതാണെന്ന് പറഞ്ഞാലും, കൂടിയ ആൾക്കാരാണെന്ന് പറഞ്ഞാലും, കർത്താവിന് ഒറ്റ വ്യവസ്ഥയേ ഉള്ളൂ. ഇത് ഭേദഗതി ഇല്ലാത്ത വ്യവസ്ഥയാ. ഈ വ്യവസ്ഥ പാലിച്ചേ. അതാരാണെങ്കിലും അതിനകത്ത് ദൈവത്തിന് എന്തില്ല? കോംപ്രമൈസ് ഇല്ല. അതുകൊണ്ടാണ് ഈ ഭരണഘടന പ്രത്യേകത. എത്ര പോളിസി മാറി എന്ന് പറഞ്ഞാൽ ഈ ഘടന എന്ത് ചെയ്തില്ല, ഭരണഘടന എന്ത് ചെയ്തില്ല? ഇത് നിത്യമായ, ഇത് ഭേദഗതി ഇല്ലാത്ത. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമുക്കും പറയാൻ പല ഇഷ്ടം പോലെ, ക്രെഡിറ്റ് പറയാൻ നമുക്കും ഇഷ്ടം പോലെ ഉണ്ട്. ഈ ദൈവജന ക്ലാസ്സുകളൊക്കെ നമ്മളിവിടെ വെക്കുന്നതിന്റെ പുറകെ ഒറ്റ ഉദ്ദേശം, നമ്മളൊന്നും കൂടെ ദൈവത്തോട് അടുക്കാൻ വേണ്ടി, നമ്മളൊന്നും കൂടെ മാനസാന്തരപ്പെടാൻ വേണ്ടിയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവുമായുള്ള ബന്ധത്തിലേക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് ശോധന ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ. അതുകൊണ്ട് ബൈബിൾ ക്ലാസ് നടത്തി എന്ന് പറയുന്നതിലല്ല കാര്യം, ബൈബിൾ ക്ലാസ്സിലൂടെ നമുക്കെന്ത് മാറ്റം വന്നു എന്നുള്ളതാണ്. ബൈബിൾ ക്ലാസ്സിനകത്തൂടെ നമുക്കെന്ത് രൂപാന്തരം വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ ക്ലാസ് കേൾക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ചോദ്യം, പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ: കർത്താവേ, യഥാർത്ഥത്തിൽ എന്റെ ഹൃദയം അങ്ങനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടോ, തിരിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ദൈവരാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് പറയുന്നത് മാനസാന്തരം. ദൈവരാജ്യ ഘടകം എന്ത് ചെയ്യണം? മാനസാന്തരം. എന്താ ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ? ഞാൻ അതിനെ വിവരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, എങ്കിലും വേഗത്തിൽ ഒരു 2 വാക്ക് അതിനെ കുറിച്ച് പറഞ്ഞു പോകാം. എന്താ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ? ദൈവരാജ്യത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇതൊരു അക്ഷരികമായ രാജ്യമേ അല്ല. ദൈവം ഓൾറെഡി എന്ത് ചെയ്തു? ഇനാഗ്രേറ്റ് ചെയ്തു. ഇതിന്റെ ഫുൾഫിൽമെന്റ് പിന്നെ എന്ത് ചെയ്യും? ഉണ്ടാകും, അല്ലേ? ഇത് ഒരിക്കലും എന്തല്ല അക്ഷരികമായ, മറിച്ച് ഇതൊരു ആത്മീക രാജ്യമാണ്. അത് ദൈവമക്കൾ മനസ്സിലാക്കണം. ഒന്ന്, ഇതെന്തല്ല അക്ഷരികമായ അല്ല. ഇതെന്താകുന്നു? ആത്മീക. എവിടെ ഈ ദൈവരാജ്യമുള്ളത്? ഈ ദൈവരാജ്യം എവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയുന്നത്, ദൈവത്തെ അംഗീകരിച്ച് ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച ദൈവമക്കളുടെ ഹൃദയത്തിലാണ് എന്തുള്ളത്. ഞാൻ പറഞ്ഞ സെന്റൻസ് കിട്ടിയോ? ദൈവത്തെ അംഗീകരിച്ച് ദൈവത്തെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച ദൈവമക്കളുടെ ഹൃദയത്തിലാണ് എന്ത് നടക്കുന്നത്? ദൈവത്തിന്റെ ഭരണം നടക്കുന്നത്. ദൈവത്തിന്റെ ആ ഭരണമാണ് എന്ന് പറയുന്നത് ദൈവരാജ്യം. അല്ലെങ്കിൽ ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞാൽ, നമ്മൾ പറയുകയാണ്, കർത്താവേ, ഇനി ആരാ ഭരിക്കേണ്ടത്? ആരാ ഭരിക്കേണ്ടത്? ദൈവം. നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്ത്
പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ യേശുവിനെ ഞാൻ എന്റെ അടുത്തത് കർത്താവും പറഞ്ഞല്ലോ അല്ലേ, കർത്താവും രക്ഷിതാവുമായി എന്ത് ചെയ്യുന്നു? ആ പദം ശ്രദ്ധിച്ചോ, എന്തുമായിട്ട് സ്വീകരിക്കുന്നേ? എന്ത് ഈ കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം? അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? ഇനി മുതൽ ആരാ? ഞാനല്ല, മറിച്ച് എന്ത് ചെയ്യണം? യഥാർത്ഥത്തിൽ കർത്തൃത്വം ആരാ നടന്നത്? ദൈവത്തിന്റെ ഭരണം, ദൈവമാണ് എന്ത് ചെയ്യുന്നത്? കർത്തൃത്വം എന്ത് ചെയ്യുന്നത്? ആ ഭരണം നടക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അതിനെ വിളിക്കുക എന്തെന്ന് പറയുന്നത്? ദൈവരാജ്യം എന്ന് പറയും. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേലിനെ ദൈവം നേരിട്ട് എന്ത് ചെയ്തത്? ഭരിച്ചത്. ആ ഭരണത്തെ വിളിക്കുന്ന പേര് തെയോക്രസി എന്ന് പറയും. ദൈവത്തിന്റെ നേരിട്ടുള്ള ഭരണം. ഞാൻ അതിന് പലപ്പോഴും ഒരു എക്സാമ്പിൾ എടുക്കാറുള്ളത്, മേഘം പോകുമ്പോൾ എന്ത് ചെയ്യണം? കൂടാൻ എന്ത് ചെയ്യണം? മേഘം നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം? ഓടാം. എവിടുന്ന്? ദൈവം നേരിട്ട് എന്ത് ചെയ്യുന്നത്? മരുഭൂമിയിൽ ലക്ഷറിയായിട്ട് നടന്നവരാ. മരുഭൂമിയിൽ ലക്ഷറിയായിട്ട് എന്ത് ചെയ്യും? ഇതൊക്കെ എന്റെ ഭാഷ വേറൊന്നുമില്ല. ലക്ഷറിയായിട്ട് എന്ത് ചെയ്യുന്നവരാണ്. പക്ഷെ എബ്രാഹിം ലേഖനം പറയുന്നത് അവരുടെ ശവങ്ങൾ എവിടെ കിടക്കും? മരുഭൂമി. എന്റെ സ്വന്തം ജനം എന്ന് പറഞ്ഞ ജനത്തിന്റെ, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ, എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ. 6 ലക്ഷം പുരുഷന്മാർ ഇസ്രായേലിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട ദൈവത്തിന്റെ സ്വന്തം ജനത്തിനെ കുറിച്ച് ഇബ്രാഹിം ലേഖനം പറയുമ്പോൾ അവരുടെ ശവങ്ങൾ എവിടെ കിടന്നു? പറഞ്ഞതിന്റെ സാരം, നമ്മുടെ ജീവിതവും കർത്താവ് കർത്തൃത്വം വഹിക്കുന്നില്ല എങ്കിൽ അതിന്റെ അവസാനം എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചർ. തിരുപ്രാവശ്യത്തിൽ ഒന്ന് വിട്ട് ഞാൻ അങ്ങോട്ട് പറയുക, നമ്മളെല്ലാം ഇറങ്ങി പുറപ്പെട്ടത് എന്തിനാണ്? ഒറ്റ ഉദ്ദേശമായിരുന്നു. നമ്മളെല്ലാം വീക്ഷണം ഒറ്റ വീക്ഷണമായിരുന്നു. എവിടെ കാണും? സ്വർഗ്ഗരാജ്യം എന്ത് ചെയ്യും? കർത്താവിനോട് കൂടെ എന്ത് ചെയ്യണം? നിത്യത എന്ന വീക്ഷണമായിരുന്നു. ആ ഒരു വീക്ഷണത്തിന്റെ പുറത്താണ് നമ്മൾ കർത്താവിന് പറഞ്ഞ, കർത്താവ് ഞാൻ ഭാവിയ, നീ എന്ത് ചെയ്യണം? എന്നെ, എനിക്ക് രക്ഷമാണ്. അതുകൊണ്ട് അങ്ങനെ ഇവർ എന്ത് ചെയ്യണം? കർത്തൃത്വം. പക്ഷെ സംഭവിക്കുന്നത് ചില നാളുകൾ അങ്ങോട്ട് കഴിഞ്ഞ് നമ്മുടെ പരിചിതമൊക്കെ ആയി കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യാം? അത് മാറി. രാത്രി ഈ ദൈവവചന ശാന്തമായി ഇതിനകത്തിരുന്ന് കഴിയുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി നമ്മൾ കർത്താവിന്റെ സന്നിധി ശോധന ചെയ്യേണ്ടതാണ്. യഥാർത്ഥത്തിൽ എന്റെ ജീവിതത്തെ കർത്തൃത്വം നയിക്കുന്ന കർത്താവാണ്. ദൈവരാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് അനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. ഇല്ല എങ്കിൽ ഈ ബൈബിൾ ക്ലാസ്സിലൂടെ നമ്മൾ കർത്താവിന്റെ പറഞ്ഞ കർത്താവ് മടങ്ങുക ഞാൻ അതാണ്. കാരണം നമ്മൾ ആദ്യം ചിന്തിച്ചൊരു കാരണമുണ്ട്. കർത്താവ് ഈ ഭരണഘടന എന്ത് ചെയ്തില്ല? നമ്മൾ ആരുടെ വഴി വരാനേ ഉള്ളൂ മാത്രം. കർത്താവിന്റെ വഴി ഇല്ല എങ്കിൽ കർത്താവിന് നഷ്ടമൊന്നുമില്ല. ആർക്കാ നഷ്ടം? എന്ത് ചെയ്തില്ല? നമ്മൾ എവിടെ കിടക്കുന്നില്ല? സ്വർഗരാജ്യത്തിൽ കിടക്കില്ല. അതുകൊണ്ട് വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, വളരെ വ്യക്തമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ കർത്താവാണോ എന്ത് ചെയ്യുന്നത്? അപ്പൊ ദൈവരാജ്യം എവിടെ കാണാൻ കിടക്കുന്ന അറിയാമോ? ദൈവമക്കളുടെ ഹൃദയത്തിലാണ് എന്ത് ചെയ്യുന്നത്? ദൈവത്തിന്റെ, അതാണ് എന്തെന്ന് പറയുന്നത് ദൈവരാജ്യം. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 36-37 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ദൈവരാജ്യം എന്തല്ല, അല്ല അവിടെ അല്ല. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 36-37 വാക്യങ്ങൾ അവിടെ വായിച്ചു നോക്കി. എന്റെ രാജ്യം ഐഹികമല്ല, എന്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ
എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എന്റെ സേവകർ പോരാടുമായിരുന്നു. പറയുകയാണ്, എന്റെ രാജ്യം എന്തല്ല. ഞാൻ എന്റെ ഭാഷ പറയട്ടെ. കർത്താവ് ചോദിക്കുക, അങ്ങ് ഒരു ഐകിക രാജ്യമായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ എന്നെ എന്ത് ചെയ്തേനെ, എന്റെ ആൾക്കാർ എന്ത് ചെയ്തേനെ. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്ന്, ദൈവരാജ്യം എന്തല്ല. റോമാലേഖനം 14-17 വാക്യം നമ്മൾ കാണും, ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല. ഇതെന്താ? ഇത് ആത്മീകമായ രാജ്യമാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങളും വായിച്ച് അവിടെ നമുക്ക് അടുത്തൊരു ഭാഗം കാണാൻ കഴിയുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 10. നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ ദൈവരാജ്യം? ഒറ്റ വാചകത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ എവിടെയെങ്കിലും ദൈവത്തിന്റെ ഇഷ്ടം നടക്കുന്നുണ്ടെങ്കിൽ അതാ ദൈവരാജ്യം. അതാ ദൈവരാജ്യം. ഞാൻ ആ വാചകം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ എവിടെയെങ്കിലും ദൈവത്തിന്റെ ഇഷ്ടം നടക്കുന്നുണ്ട് എങ്കിൽ അതാണെന്ന് പറയുന്നത്. അതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ, കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ച ദൈവമക്കളുടെ ഉള്ളിലാണ് ഏതെന്ന് പറയുന്നത് ദൈവരാജ്യം. ഈ ദൈവരാജ്യങ്ങളുടെ അടുത്ത് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, നീതിയുണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യും? അപ്പൊ നമ്മുടെ ഇടയിൽ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്നാ? ഇതൊന്നും നടക്കുന്നില്ലെങ്കിലും ഞാൻ കഴിഞ്ഞ മറ്റൊരു സ്ഥലത്ത് ബൈബിൾ ക്ലാസ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഈ ലവോദിക്ക സഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ആ ലവോദിക്ക സഭയുടെ കർത്താവ് പറയും, ഞാൻ വാതിക്കൽ നിന്ന്. നമ്മൾ പലപ്പോഴും ഈ വാക്യത്തെ ഉപയോഗിക്കുന്ന പുറത്താണ്. പബ്ലിക്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഘോഷിക്കാറുണ്ട്, പറയുന്നതല്ല, ഘോഷിക്കാറുണ്ട്. ഞാൻ വാതിക്കൽ നിന്ന്, കർത്താവ് പറഞ്ഞു ഞാൻ വാതിക്കൽ നിന്ന്. പക്ഷേ കഥ ഇതാരാണ് പറഞ്ഞത്? ലവോദിക്ക. ഈ ലവോദിക്ക സഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, കൊലോസ്യ ലേഖനം നന്നായി വായിച്ച്, എന്റെ ഭാഷയിൽ പറഞ്ഞ നന്നായി ബൈബിൾ ക്ലാസ് നടന്ന സ്ഥലം എന്ന് പറയുന്നത്. അങ്ങനെ ബൈബിളില്ല, എന്റെ ഭാഷ ബൈബിൾ ക്ലാസ് നടന്ന സ്ഥലം എന്ന് പറയുന്നത്. ക്രിസ്തുവിനുള്ള സമ്പൂർണ്ണതയെ പറ്റി നന്നായി അറിയാവുന്ന സഭ. വേദപഠിതാക്കളുടെ അഭിപ്രായത്തിൽ എഫേസ്യ ലേഖനം നന്നായി വായിച്ചു പഠിച്ച സഭയെന്ന് പറയുന്നത്. സഭയെക്കുറിച്ചും മർമ്മത്തെക്കുറിച്ചൊക്കെ വളരെ, അപ്പൊ ക്രിസ്തുവിനുള്ള സമ്പൂർണ്ണതയും സഭയുടെ മർമ്മവും ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി അറിയാവുന്ന സഭ, ആ സഭയെ പറ്റി കർത്താവിനൊന്നും പറയാനില്ല. ആ സഭയോട് കർത്താവ് പറയുക, ഞാൻ എവിടെ നോക്കുക. എന്റെ ഒരു ഭാവനയിലാണ്. അപ്പൊ ഇതിനകത്ത് എന്തെല്ലാം നടക്കുന്നുണ്ട്? ഞാനിത് ചിന്തിക്കുക, ഇതിനകത്ത് എല്ലാം നടക്കുന്നുണ്ടായിരിക്കും. പ്രാർത്ഥനയും ആരാധനയും പ്രസംഗവും എല്ലാം നടക്കും. ആരുടെ പേരില്ല? യേശുവിന്റെ. പക്ഷെ യേശു ഇവിടെ നിൽക്കുക. കർത്താവിടെ പറഞ്ഞ വാരമുണ്ട്, ഞാൻ വാതിക്കൽ നിന്ന് ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ എന്നോട് കൂടെ. അത്താഴം കഴിക്കുക എന്നുള്ള പദം അവിടെ വന്നിരിക്കുന്നത് ആഹാരത്തിന്റെ ഒരു കാര്യത്തിൽ, അത് പശ്ചാത്തലമായിട്ട് കണക്റ്റഡാണ്. ഞാൻ അതിൽ വിവരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, എങ്കിലും ഞാൻ അർത്ഥം പറയാം. ഞാൻ അവരോട് എന്ത് ചെയ്യുന്നറിയാമോ? അഭേദ്യമായ ഒരു കൂട്ടായ്മ ബന്ധത്തിലേക്ക് എന്ത് ചെയ്യും? അഭേദ്യമായ ഒരു കൂട്ടായ്മ ബന്ധത്തിലേക്ക് എന്ത് ചെയ്യും? വരും. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയാമോ? ദൈവരാജ്യം നടക്കുന്നത് ദൈവമക്കളുടെ ഉള്ളിലാണ്. സമാധാനവും ദൈവിക സന്തോഷവും ദൈവിക നീതിയും ഒക്കെ നിങ്ങളുടെ ഇടയിൽ നടക്കുന്നുണ്ടെങ്കിൽ, ദൈവിക ഇഷ്ടം നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ടെങ്കിൽ, അതാണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത് ദൈവരാജ്യം. അപ്പോൾ ആ ദൈവരാജ്യമാണ്, ആ ദൈവരാജ്യത്തിൽ കടക്കുവാനുള്ള പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എന്താണ്? മാനസാന്തരം. ഇത് നോക്കി, ഈ രാജ്യത്തിന്റെ രാജാവായ ആരുമില്ല, നമ്മുടെ കർത്താവായ
ഇനി ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ. ആ കാര്യം എന്ന് പറയുന്നത് ജനിക്കണം. ദൈവരാജ്യത്തിൽ കടക്കണം എന്തിനാണ്? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യണം? ബൈ ബർത്ത്, ജനനത്തിലൂടെ മാത്രമേ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ദൈവരാജ്യത്തിൽ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ, പ്രത്യേകിച്ച് 5-6 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മളിവിടെ കാണുന്ന കാര്യമുണ്ട്. ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ വെള്ളത്താലും ആത്മാവിനാലും എന്ത് ചെയ്യണം? അപ്പം ഒരുവൻ ആത്മീക രാജ്യത്തിൽ കടക്കണമെങ്കിൽ എന്താവശ്യമാണ്? ആത്മീകമായ ജനനം. അതില്ലാത്ത ഒരാൾക്ക് ഇവിടെ കിടക്കാൻ കഴിയത്തില്ല. ദൈവരാജ്യത്തിൽ ഒരിക്കലും കിടക്കാനായിട്ട് ആത്മാവിലാണ് യഥാർത്ഥത്തിൽ എന്തുണ്ടാകുന്നത്? ആത്മീയ ജനനം. അതെങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ എന്ത് ചെയ്യും? ഒരു മനുഷ്യനെ മാനസാന്തരപ്പെടുത്തി അവരുടെ ഹൃദയത്തിൽ കൊണ്ടുവന്നിടുമ്പോൾ അത് വിശ്വസിക്കാൻ തയ്യാറാകുമ്പോഴാണ് എന്ത് നടക്കുന്നത്? വീണ്ടും ജനനം എന്ത് ചെയ്യുന്നത്? നിങ്ങളെല്ലാവരും എന്റെ കൂടെ വിശ്വസിക്കുക. ദൈവം അതിന് എന്ത് ചെയ്യുക? ഒരുവന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യുക? കൊണ്ടുവന്ന് അവരെ മാനസാന്തരപ്പെടുത്തി അവരുടെ ഹൃദയത്തിൽ ആ ഒരു മാനസാന്തരം ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ എന്തുണ്ടാകുന്നത്? വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നത്? അപ്പോൾ ഒരു കാര്യം ഉറപ്പാ, വീണ്ടും ജനിക്കാത്ത ഒരുവരും ഇവിടെ കഴിയുന്നില്ല. ഇതിനകത്ത് ഞാൻ പറയാതിരിക്കാൻ മാർഗമില്ല, എങ്കിലൊന്നും പറയുക. നല്ലൊരു അംശവും വീണ്ടും ജനിക്കാത്തത്. അതിനകത്ത് അത് ഏറ്റവും പ്രശ്നം. നമ്മുടെ ഇടയിലൊക്കെ ചിന്ത എന്ന് പറഞ്ഞാൽ സ്നാനപ്പെട്ട രക്ഷപ്പെട്ട സ്നാനപ്പെട്ട, അതുകൊണ്ട് രക്ഷിക്കപ്പെടാത്തതിന് പലപ്പോഴും കൊണ്ട് എന്ത് ചെയ്യാറുണ്ട്? അയ്യോ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം പഴയ മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല. ഇതിനെ കൊണ്ട് സ്നാനപ്പെടുത്തിയിട്ട് എന്തിനും വ്യത്യാസമുണ്ട്? സ്നാനം രക്ഷക്കുള്ളതല്ല. രക്ഷിക്കപ്പെട്ടവൻ എന്ത് ചെയ്യേണ്ടത്? അപ്പൊ ആദ്യം എന്തുണ്ടാകണം? വീട്ടിൽ എന്ത് ചെയ്യണം? ആദ്യം ഉണ്ടായാൽ എന്ത് ചെയ്യേണ്ടത്? അതെങ്ങനെ ഉണ്ടാകുന്നു? ദൈവത്തിനെ കേൾക്കുമ്പോൾ ഒരുവന്റെ ഹൃദയത്തിൽ എന്തുണ്ടാകും? പാപബോധം. ഈ പാപബോധം ഉണ്ടാകുന്നതിലൂടെ ചെയ്യേണ്ടത് പാപത്തെ എന്ത് ചെയ്യണം? വിട്ട് ദൈവത്തിങ്കിലേക്ക് എന്ത് ചെയ്യണം? തിരിയണം. നിങ്ങൾ മറന്നു പോകരുത്. മാനസാന്തരം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിങ്കിലേക്ക് തിരിയുക. അപ്പൊ അങ്ങനെ ദൈവത്തിങ്കിലേക്ക് തിരിയാത്ത ഒരുവരും ഇവിടെ കഴിയില്ല. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ യഥാർത്ഥ സ്നാനപ്പെടുന്നതിന് മുമ്പ് നമ്മൾ നന്നായി ഒന്ന് അവകൃതി ചോദിക്കേണ്ടതാണ്. ഇവരൊക്കെ എന്ത് യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങൾ മാത്രമല്ല, ആര് സ്നാനപ്പെടുന്നു? ഞാൻ അതുകൊണ്ട് പറഞ്ഞത്, സ്നാനപ്പെട്ടെന്ന് പറഞ്ഞ തീയത്തില്ല. വീണ്ടും തന്നെ പ്രാപിക്കാതെ സ്നാനപ്പെട്ടിട്ട് രക്ഷിക്കപ്പെട്ടവൻ എന്ത് ചെയ്യണം? നമ്മുടെ ഇടയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ഒരു പ്രായമാകുന്നതിന് മാതാപിതാക്കൾ വിളിച്ചെന്ത് ചെയ്യും? ഇനി അതിനേക്കാൾ വേറെ സംഭവം പറയാം. ഈ +2 വരെ പിള്ളേരൊന്നും എന്ത് ചെയ്തില്ല. കാരണം +2 കഴിയുമ്പോൾ പിള്ളേർ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് അപ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്. ഭാഷ നമ്മൾ അവനെ സ്നാനപ്പെടുത്തി കണ്ടുപിടും. അപ്പൊ പിന്നെ അവനെന്ത് പോയി വേണ്ടാത്ത പരിപാടിക്കുന്നു. നമ്മുടെ ചിന്ത എന്താ? ഇവരെ സ്നാനപ്പെടുത്തി വിട്ടു കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്തില്ല. അപ്പൊ പലപ്പോഴും ഇവൻ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഇവരെ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടുക, എന്നെ സ്നാനപ്പെടുത്തി എന്ത് ചെയ്യണം? വിടണം. പക്ഷെ അങ്ങനെ ഉണ്ടാകേണ്ട ഒന്നല്ല. മറിച്ച് അവന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? പാപബോധം. ആ പാപബോധം ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനം ദൈവത്തെ പ്രസംഗിക്കാറുള്ളത്. ദൈവവചനം ഉള്ളവർ എന്ത് ചെയ്യുക? ദൈവവചനത്തെ കേൾക്കാതെ നമ്മളെങ്ങനെ പാപബോധം ഉണ്ടാകുന്നത്? എങ്ങനെ പാപബോധം ഉണ്ടാകുന്നത്? ഞാൻ പല സമയങ്ങളിൽ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടൊരു കാര്യം ഞാനിവിടെ പറയാറുണ്ട്.
നമ്മൾ പലപ്പോഴും ഈ കുഞ്ഞുങ്ങളെ നേടാനാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് പരിപാടി എന്തെന്നറിയോ, നമ്മുടെ ചർച്ചിലെ കീബോർഡ്, ഗിറ്റാർ, വർഷിപ്പ് ലീഡ് ചെയ്യാനായിട്ട് ഇവരെ എന്ത് ചെയ്യും? അവർ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ സഭകളിൽ തന്നെ അവർ ചെയ്ത് എന്ത് ചെയ്യണം? പഠിക്കണം. പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ആ ഇന്റൻഷൻ അല്ല. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ഇവരെ ഇതിനകത്തൊക്കെ ഇങ്ങനെയൊക്കെ എൻഗേജ് ചെയ്താൽ ഇവരെ എന്ത് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, ഇവരിവിടെ നിൽക്കുമ്പോൾ മാത്രം ഇതിനകത്ത് എൻഗേജ് ആവുന്നത്. വെളിയിലോട്ട് ഇറങ്ങിയാൽ അടിസ്ഥാനപരമായ കാര്യം നമ്മൾ മറന്നുപോയി. ബാലൻ തന്റെ നടപ്പിനെ അറിയാതെ ചേർന്ന് പറഞ്ഞേ അടുത്ത വാക്യം തന്റെ അപ്പം എന്താ അവന്റെ ഉള്ളിൽ ചെല്ലേണ്ടത്? ഇതെടുത്ത് കൈ കൊടുത്താൽ അവൻ നന്നാകത്തില്ല. ഇത് കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനല്ല പറഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങൾ അവനകത്ത് എന്ത് ചെയ്യണം? നമ്മുടെ ചർച്ചിൽ അവർ വളരേണ്ടത്. പക്ഷേ ഇത് അവരെ നേടാനുള്ള സാധനമല്ല. അവരെ നേടാൻ ദൈവജനം പഠിക്കുന്ന ഒറ്റ കാര്യം, അവരുടെ ഉള്ളിൽ ദൈവജനത്തെ കൊടുക്കുക. ആ ദൈവവചനം അവരുടെ അകത്ത് എന്നാൽ ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്ന, അവരേത് രാജ്യത്ത് പോയാലും ഏത് ദേശത്ത് പോയാലും, കാരണം പാപം അവരുടെ മുൻപിൽ വരുമ്പോൾ അവരോട് സംസാരിക്കുന്ന മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ വചനം അവരോട് എഴുതാം. അതുകൊണ്ട് ഈ ദൈവവചനം കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ട ഒരു കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രായമാകുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് ദൈവവചനം എത്തിക്കാൻ ശ്രമിക്കണം. ദൈവവചനം അതിനൊരു തീഷ്ണ നമുക്കുണ്ടായാൽ ഞാൻ ഒരു കാര്യം ഉറപ്പാണ്, നാളെ നമ്മുടെ തലമുറകൾ നശിക്കുകയില്ല. തലമുറകൾ നശിക്കുന്നതിന്റെ പുറകിൽ ദൈവവചനം ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു മനുഷ്യന്റെ അകത്ത് പാപബോധം ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ, ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുത്തുകൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോ, പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്നേഹിക്കുന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ദൈവസന്നിധി മടങ്ങി വരാൻ ഞാൻ എന്ത് ചെയ്യണം? കാരണം ദൈവവചനം നമ്മോട് സംസാരിക്കുമ്പോൾ അത് നമ്മെ കറക്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുക, നമ്മളെ മോൾഡ് ചെയ്യാൻ താല്പര്യപ്പെടുക. എന്തിനാണെന്നറിയാമോ? നമ്മ ആ ദൈവത്തോട് വിശ്വസിക്കേണ്ടതിന് വേണ്ടി. അപ്പോൾ ഒരു മനുഷ്യന്റെ അകത്ത് പാപബോധം ഉണ്ടാക്കാൻ കഴിയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, അതെന്താ? ദൈവത്തിന്റെ വചനമാണ്. ആ വചനമാണ് ഒരുവന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യേണ്ടത്? അങ്ങനെ പാപബോധം ഉണ്ടായവൻ ദൈവത്തെങ്കിലേക്ക് തിരിയണം. അവിടെയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യേണ്ടത്? മാനസാന്തരം എന്ത് ചെയ്യുന്നത്? വീണ്ടും ഞാൻ എന്ത് ചെയ്യും? ഇതൊരിക്കലും പുറമേ അല്ല നടക്കുന്നത്, ഇതെവിടെ നടക്കേണ്ടത്? ഉള്ളിൽ നടക്കേണ്ട ക്രിയ. അതുകൊണ്ടാ നമ്മൾ പുറമേ പറയുന്നതിലൂടെ അല്ല അവർക്ക് എന്ത് ചെയ്യുന്നത്, ദൈവത്തിന്റെ വചനം അവരോട് എന്ത് ചെയ്യുന്നത്? അത് ക്രിയ ചെയ്യുന്നത് എവിടെ ചെയ്യേണ്ടത്? അത് ക്രിയ അവരുടെ ഹൃദയത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു പുതിയ ഹൃദയം ദൈവം എന്ത് ചെയ്യുക? സഖ്യയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പുതിയ ഹൃദയം എന്ത് ചെയ്യും? ദൈവം എന്ത് ചെയ്യുന്നത്? അവർക്ക് നിൽക്കുന്നതായി കാണാൻ കഴിയുന്നു. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ഒറ്റ ഉദ്ദേശമുള്ളൂ, ദൈവരാജ്യത്തിൽ കിടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവരാജ്യം കിടക്കണമെങ്കിൽ മാനസാന്തരം. എന്താ ഈ മാനസാന്തരം എന്നുള്ളത്? ഇനി അതും കൂടെ നമുക്ക് വേഗത്തിൽ ചിന്തിക്കാം. നമ്മൾ ദൈവരാജ്യം എന്ന് പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമാണെന്ന് പറയുന്നത് മാനസാന്തരം എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 4:17 നമ്മൾ വായിച്ചത്. അവിടെ നമ്മൾ കണ്ടത് കർത്താവ് പ്രസംഗിച്ചു തുടങ്ങിയത് എന്തിനെ കുറിച്ചാണ്? ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ എന്ത് ചെയ്യണം? അപ്പൊ കർത്താവ് പ്രസംഗിച്ചത് എന്തിനെ കുറിച്ചാണ്? മാനസാന്തരത്തെ പറ്റി. ഇനി അടുത്ത കാര്യം കേൾക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 4:42-43 വാക്യം നോക്കി. അവിടെ നമുക്ക് ഒരു കാണാൻ കഴിയും. ലൂക്കോസ് 4:42-43 വായിച്ചു. ലൂക്കോസ് 4:42-43. നേരപ്പെടുത്തപ്പോൾ അവൻ പുറപ്പെട്ട ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി. പുരുഷാരം അവനെ തിരിഞ്ഞ് അവന്റെ അരികത്ത് വന്ന് തങ്ങളെ വിട്ടു പോകാതിരിക്കാൻ അവനെ തടുത്തു. അവൻ അവരോട്, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു. ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അവൻ ദൈവപുത്രനെ ലോകത്തിലേക്ക് അയച്ചതിന്റെ ഉദ്ദേശം എന്താ? ദൈവരാജ്യം
പ്രസംഗിക്കാൻ വേണ്ടിയാ, ദൈവരാജ്യം എന്ത് ചെയ്യാൻ വേണ്ടിയാ? അപ്പൊ കർത്താവ് പ്രസംഗിച്ചു തുടങ്ങിയത് ദൈവരാജ്യം, അതിനെന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. കർത്താവ് പറയാം, എന്നെ എന്തിനോട് അയച്ചത്? എന്നെ അയച്ചതും എന്ത് പ്രസംഗിക്കാൻ വേണ്ടി? അതിന് പ്രധാന ഘടകമാണ്. അപ്പം ആ രണ്ടിനെ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കാൻ പോകണം, എന്താണ് മാനസാന്തരം? ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാനസാന്തരം എന്ന് പറയുന്നത് അതൊരു ഉപദേശ സത്യം. മാനസാന്തരം എന്ന് പറയുന്നത് ഒരു ഉപദേശ. എല്ലാ കാലങ്ങളിലും ആത്മീയ വീക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് എന്തിനാ? മാനസാന്തരം. എല്ലാ കാലങ്ങളിലും ആത്മീയ വീക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് എന്താ? യേശു പ്രസംഗിച്ചത് എന്താ? യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചത് എന്താ? അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത് എന്താ? എല്ലാവരും പ്രസംഗിച്ചത് എന്താ? എന്നാ നമ്മൾ പ്രസംഗിക്കാത്ത എന്താ? ദൈവത്തെ പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നവരെ എല്ലാവരും പ്രസംഗിച്ചത് എന്താ? മാനസാന്തരം. ഇത് മാത്രം അവരുടെ പ്രസംഗ വിഷയമുള്ളായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ പ്രസംഗിക്കാത്ത എന്താ? ഇന്ന് നമ്മുടെ പ്രസംഗ വിഷയം മൊത്തം ഈ ലോകത്തിൽ തീരുന്ന കാര്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുക? അപ്പൊ പ്രസംഗ വിഷയം മൊത്തം അതായി മാറി. ഞാൻ രണ്ടു മൂന്ന് വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വേഗത്തിൽ കൊണ്ടുവരാം. അപ്പൊ നമുക്ക് അതിന്റെ ആഴം എന്താണെന്ന് മനസ്സിലാക്കും. ഒരാൾ വായിച്ച ലൂക്കോസിന്റെ 5-ാം അധ്യായം 32-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി. ലൂക്കോസ് 5:32. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്ന്. അപ്പൊ യേശു പറയാണ്, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ എന്തിനാ? മാനസാന്തരത്തിന്. അപ്പൊ യേശു എന്തിനാ വന്നേ? ക്ലിയർ ആയല്ലോ ആ ഭാഗം. അടുത്തത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 38-ാം വാക്യം വായിച്ചു നോക്കി. അപ്പോസ്തലപ്രവൃത്തി 2:38. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും എന്ത് ചെയ്യണം? ആറ് പ്രസംഗം ഇത് പത്രോസിന്റെ പ്രസംഗത്തിന്റെ മുഖ്യ വിഷയം എന്താ? എന്ത് ചെയ്തു? അപ്പൊ യേശു പറഞ്ഞു, ഞാൻ വന്നത് മാനസാന്തരത്തിന് പറയാൻ വേണ്ടിയാ. പത്രോസ് പ്രസംഗിച്ചത് എന്താ? ഇനി അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം 30-ാം വാക്യം നോക്കി. അപ്പോസ്തലപ്രവൃത്തി 17:30. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ആ വാക്യം ഒന്നും കൂടെ വായിച്ച അവസാന വാക്യം. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ആരാ കൽപ്പിക്കുന്നത്? ദൈവം കൽപ്പിക്കുക. അപ്പൊ മാനസാന്തരം എന്താ? മാനസാന്തരം എന്ന് പറയുന്നത് കൽപ്പനയാണ്. ആരുടെ കൽപ്പനയാണ്? ദൈവത്തിന്റെ. അപ്പൊ നമ്മൾ പറഞ്ഞത് 3-4 കാര്യം പറഞ്ഞു. ഒന്ന്, ഉപദേശ സത്യമാണെന്ന് പറഞ്ഞു. യേശു വന്നത് എന്തിനു വേണ്ടിയാ? മാനസാന്തരം. ദൈവരാജ്യം പ്രസംഗിക്കാൻ മാനസാന്തരം. നമ്മൾ കണ്ടത് അതിനുശേഷം കണ്ടു പത്രോസിന്റെ പ്രസംഗത്തിന്റെ മുഖ്യ വിഷയം എന്തായിരുന്നു? അടുത്ത വാക്യത്തിൽ കണ്ടു മാനസാന്തരം എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഏറ്റവും വളരെ സീരിയസ് ആയി ദൈവമക്കൾ ചിന്തിക്കേണ്ട വിഷയമാണ് എന്ന് പറഞ്ഞത്. ഇനി എന്താ മാനസാന്തരം? ഒരു നല്ല നിർവചനം ഞാൻ ബൈബിളിൽ തരാം. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം നോക്കി. അപ്പോസ്തലപ്രവൃത്തി 3:19. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. മാനസാന്തരപ്പെട്ട്. അപ്പൊ എന്താ മാനസാന്തരം? ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ മനസ്സ് മാറി ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാണെന്ന് പറയുന്നത്. അപ്പൊ മാനസാന്തരം എന്താ? ആരിലേക്ക് തിരിയുന്ന? ദൈവത്തിങ്കിലേക്ക്. ഇങ്ങനെ ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്ന് പറയുന്നത് ഉപദേശമാണ്, കൽപ്പനയാണ്. ഇത് നമ്മളെല്ലാവരും എന്ത് ചെയ്ത് വരുന്നുള്ളൂ. അപ്പൊ നമ്മളോട് പ്രസംഗിക്കാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താ പ്രസംഗിക്കാൻ പറഞ്ഞത്? നമ്മൾ പ്രസംഗിക്കാൻ പറഞ്ഞ വിഷയം മാനസാന്തരമാണ്. യേശു എന്തിനാ വന്നത്?
നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയൊക്കെ പ്രസംഗ വിഷയം എന്തായിരുന്നു? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരെല്ലാം പ്രസംഗിച്ച വിഷയം മാനസാന്തരപ്പെട്ടത്. അകത്തും പുറത്തും ഒക്കെ അവർ പ്രസംഗിക്കാൻ ഒന്നേ ഉള്ളായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ന് പ്രസംഗിക്കാത്ത വിഷയമാണ് എന്ന് പറയുന്നത്. അപ്പം ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ഭരണം ആസ്വദിക്കാനുള്ള ഒന്നാമത്തെ പടിയാണ് ഏത്? ദൈവഭരണം ആസ്വദിക്കണം. ദൈവഭരണം ആസ്വദിക്കണമെങ്കിൽ ഒന്നാമത്തെ പടി എന്താ? മാനസാന്തരം. ഈ ചിലർ ചിന്തിക്കുന്ന പോലെ ഈ ബാഹ്യമായി ഉണ്ടായ മാറ്റങ്ങളാണ് മാനസാന്തരം നമ്മൾ എന്ത് ചെയ്തത്. ചിലർ കരയുന്നത്, ചിലർ ചിന്തിക്കുന്ന പെന്തക്കോസ്തി വന്നത് തന്നെ മാനസാന്തരമാണ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? പെന്തക്കോസ്തി വന്നിരുന്നതിന് മാനസാന്തരം വന്നു. പക്ഷെ ഇതാണ് യഥാർത്ഥത്തിൽ മാനസാന്തരം. മാനസാന്തരം വന്നവരായി, മാനസാന്തരം വന്നവൻ പെന്തക്കോസ്തി എന്ത് ചെയ്യും? പക്ഷെ ഇതല്ല എന്ന് പറയുന്നത്. മാനസാന്തരം എന്നാൽ എന്താ? മാനസാന്തരം എന്നാൽ എന്താ? ഒറ്റ വാചകം, ദൈവത്തിലേക്ക് എന്ത് ചെയ്യുക. ഇന്നത്തെ ഈ ക്ലാസ് മുഴുവൻ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞൊരു വാദം എന്ത് ചെയ്യണം. കാരണം ഇത്രയും റിപ്പീറ്റ് ചെയ്യാനുള്ള കാരണം ഗിരിപ്രഭാഷണം മുഴുവൻ പറഞ്ഞിരിക്കുന്ന ഏത് അടിസ്ഥാനത്തിലാണ്? ഈ മാനസാന്തരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നാം ആരാണ്? നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. നാം ആരാണെന്നും ദൈവം ആരാണെന്ന് നാം എന്ത് ചെയ്യണം? ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും മനസ്സിലാക്കി ദൈവത്തിന്റെ പദ്ധതി എന്തെന്ന് തിരിച്ചറിഞ്ഞ് തെറ്റുകളെ തിരുത്തി നാം ആരിലേക്ക് വരണം? അങ്ങനെ ഒരുവന് മാത്രമേ എന്ത് ആസ്വദിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ഒരുവന് മാത്രമേ ദൈവിക സമാധാനം ആസ്വദിക്കാൻ എന്ത് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവം പലപ്പോഴും പറയുന്ന ഒരു കാര്യം, ദൈവം ഇമോഷനിലല്ല ദൈവം പ്രസാദിക്കുന്നത്, ദൈവം വ്യവസ്ഥയിലാണ്. വ്യവസ്ഥ ആരാണോ പാലിക്കുന്നത് അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന ദൈവം. അപ്പോൾ ദൈവരാജ്യത്തെ ആസ്വദിക്കാൻ ഒറ്റ കാര്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? നാം എന്ത് ചെയ്യണം? അപ്പൊ ഈ ഭരണത്തിന്റെ കീഴിൽ വരാൻ വേണ്ടി നമ്മൾ വീണ്ടും ജനിച്ചേ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് യോഹന്നാൻ സുവിശേഷത്തിന്റെ വീണ്ടും ജനത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വ്യക്തിയെ കുറിച്ച് കാണാൻ കഴിയും. ആ വ്യക്തിയുടെ പേരാണെന്ന് അറിയാമോ? നിക്കോദിമോസ് എന്ന വ്യക്തി. ഈ നിക്കോദിമോസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുക. നിക്കോദിമോസിന്റെ പ്രത്യേകത ഒന്ന്, ന്യായപ്രമാണം നന്നായി അറിയാവുന്ന വ്യക്തിയായിരുന്നു. വചനം നന്നായി നമ്മുടെ ഭാഷ പറഞ്ഞ വചനം. 2, യെരുശലേമിലെ ആ കാലത്ത് വലിയൊരു പണ്ഡിതനായിരുന്നു. പ്രത്യേക തോറയിൽ ഉള്ള വലിയൊരു പണ്ഡിതനായിരുന്നു. ചരിത്രം പറയുന്നത് ആ കാലഘട്ടത്തിലെ 3 പ്രമാണിമാരിൽ ഒരു പ്രമാണിയായിരുന്നു പറയുന്നത് നിക്കോദിമോസ്. ഈ മനുഷ്യൻ രാത്രി വന്നിട്ട് യേശുവിനോട് എന്ത് ചെയ്യുക? സംസാരിക്കുക. അവിടെ യേശുവിനെ ഒന്ന് പുകഴ്ത്തിയൊക്കെ താൻ എന്ത് ചെയ്യുക? നല്ല ഗുരു എന്നൊക്കെ വിളിച്ച് എന്ത് ചെയ്യുക? പുകഴ്ത്തിന്നറിയാം. ആ പുകഴ്ചയൊന്നും യേശു എന്ത് ചെയ്യുന്നില്ല, വീണില്ല. ഒറ്റ വായ പറഞ്ഞുള്ളൂ, നീ ബുധ ജനിച്ചില്ല എങ്കിൽ ഇവിടെ കിടക്കില്ല. ആ ബട്ടറിങ് വേർഡ്സ് ഒന്നും യേശുവിന്റെ അടുത്ത് എന്ത് ചെയ്തില്ല, ഒരു ഇതും ആയില്ല. ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, പുതുതായി ജനിച്ചില്ലെങ്കിൽ. ഞാൻ എന്റെ ഭാഷ പറഞ്ഞ നിക്കോദിമോസിന് പഠിപ്പുണ്ട് അല്ലേ, പാരമ്പര്യമുണ്ട്, പ്രമാണമുണ്ട്, പണമുണ്ട്. ഇതെല്ലാം ആർക്കുണ്ട്? ഇനി വേറൊരു കാര്യം, ആ കാലത്ത് യഹൂദന്മാർ ചിന്തിച്ചത് ദൈവാനുഗ്രഹം കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? പണം. അപ്പം അവരുടെ ആശയം കറക്റ്റായി. ഇവരെന്തുകൊണ്ട്? അപ്പൊ ഇവരെന്ത് എല്ലാ അനുഗ്രഹവും ആരും നിന്നുണ്ട്? കർത്താവ് അതിനെ പൊളിച്ചെഴുതിട്ട് പറയുക, പുതുതായിട്ട് ജനിച്ചില്ല എങ്കിൽ നീ ഇവിടെ കിടക്കില്ല. ഞാൻ അതുകൊണ്ട് ദൈവമക്കളെ പല സമയങ്ങളിലും പ്രസംഗിക്കാന്നിട്ട് പറയുന്നത്, ഈ ലോകത്തിൽ കിട്ടുന്നൊന്നും അല്ല ദൈവാനുഗ്രഹത്തിന്റെ മെഷർമെന്റ്. കർത്താവുമായുള്ള ബന്ധം, ദൈവഭരണം ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ വരാൻ കഴിയുന്നുണ്ടോ?
ദൈവമായിട്ട് ബന്ധമുണ്ടോ, അതാ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു മതമല്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. ഒറ്റ വാചകത്തിൽ പറഞ്ഞ ദൈവരാജ്യം എന്ന് പറഞ്ഞ ബന്ധം. ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താ? ബന്ധം. ആരുമായിട്ടുള്ള ബന്ധം? ദൈവമായിട്ടുള്ള. ഇന്ന് രാത്രി എത്ര പേർക്ക് ആ ബന്ധമുണ്ട് ദൈവത്തോട്? ഒന്ന് നമ്മുടെ ക്ലാസ്സുകൾ അവസാനിക്കുന്നതിന് മുമ്പ് ഒന്ന് ശോധന ചെയ്ത് നമുക്ക് ചോദിക്കാൻ കഴിയുന്നത് എത്ര പേർക്ക് ആ ക്രിസ്തുവാനുള്ള ബന്ധം നമുണ്ട്? എത്ര പേരെ ദൈവരാജ്യത്തിൽ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി കർത്താവിനോട് പറയേണ്ടത് ദൈവം മടങ്ങി വരാൻ ഒരു ദൈവത്തിലേക്ക് തിരികെ ഞാൻ തയ്യാറാണ്. ണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധം എന്താണ്. സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ നമ്മുടെ ദൈവത്തിലേക്ക് എന്ത് ചെയ്യരുത്? ഇതിനെ അറിയാം. കർത്താവ് പറഞ്ഞത് സത്യം പറഞ്ഞ നിക്കോദിമോസിന് എന്ത് ചെയ്തില്ല? മനസ്സിലായില്ലേ? കർത്താവ് 5-ാം വാക്യത്തിൽ പറയുക, വെള്ളത്താലും ആത്മാവിനാലും എന്ത് ചെയ്യണം? അതിന്റെ അർത്ഥമുണ്ട്. പരിശുദ്ധാത്മാവിനാലും വചനത്താലും നീ എന്ത് ചെയ്യണം? ജനിക്കണം. അത് ജനിച്ചില്ല എങ്കിൽ എന്ത് ചെയ്തില്ല? അപ്പൊ പാരമ്പര്യം കൊണ്ട് രക്ഷപ്പെടുവോ? പാരമ്പര്യം രക്ഷപ്പെടുവോ? ഇല്ല. ഏത് വലിയ സഭയുടെ മെമ്പർഷിപ്പ് ഉണ്ടെന്ന് രക്ഷപ്പെടുവോ? ഇല്ല. രക്ഷപ്പെടാൻ ഒറ്റ മാർഗം. രക്ഷപ്പെടാൻ ഒറ്റ മാർഗം. ഇതിനകത്ത് എന്ത് ചെയ്യണം? ഈ ദൈവരാജ്യത്തിന്റെ കീഴിൽ എന്ത് ചെയ്യണം? വളരെ ശക്തമായി ഇതിനകത്ത് ഞാൻ പറയാം, രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. അത് മാനസാന്തരപ്പെട്ടേ പറ്റൂ. ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ അകത്ത് കീഴിൽ വന്നേ പറ്റൂ. ഒന്നും കൂടെ ചേർത്ത് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വരാത്ത ഒരുവരും എന്ത് ചെയ്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ഇന്ന സഭയുടെ മെമ്പർ ആണെന്ന് പറയുന്നതിനേക്കാട്ടിൽ ഉപരി ഞാൻ ക്രിസ്തുവിന്റെ ശിഷ്യനാണെന്ന് പറയുന്നതാണ്. ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞ ഇന്ന സഭയിലെ വിശ്വാസിയാണെന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും വലുത് ഞാൻ ക്രിസ്തുവിന്റെ ശിഷ്യനാണെന്ന് പറയുന്നതാണ്. അതുകൊണ്ട് കർത്താവിന്റെ ഗ്രേറ്റ് കമ്മീഷനിൽ പറയുന്നത് സകല ജാതികളെ ആരാധിക്കണം. ശിഷ്യന്റെ പ്രത്യേകത ഗുരുവിന്റെ കാൽപാദത്തെ എന്ത് ചെയ്യുന്നവരാ? നമ്മുടെ രാജാവ് കർത്താവാണെങ്കിൽ ആ രാജാവിന്റെ ഭരണഘടനയാ, ദൈവരാജ്യത്തിന്റെ ഭരണഘടനയാ ഗിരിപ്രഭാഷണമെങ്കിൽ ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവമക്കളെ നമ്മൾ അത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അതനുസരിച്ചെങ്കിൽ മാത്രമേ നമ്മൾ എവിടെ കാണുകയുള്ളൂ? ദൈവരാജ്യത്തിൽ കാണുക. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞിട്ട് കർത്താവ് അവിടെ പഴയ നിയമത്തിൽ എക്സാമ്പിൾ എന്ത് ചെയ്യുന്നുണ്ട് അല്ലേ? മോശ എന്ത് ചെയ്തു? സർപ്പത്തെ ഉയർത്തിയതുപോലെ എന്ത് ചെയ്യണം? അവിടെ കർത്താവ് ഉദ്ദേശം എന്നാണെന്നറിയോ? ലിഫ്റ്റഡ് അപ്പ് എന്നാ പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ ഉയർത്തപ്പെട്ടവനായി യേശുവിനെ എന്ത് ചെയ്യണം? നോക്കണമെന്നില്ല. അന്ന് യേശു മരിച്ചിട്ടില്ല, ആർക്കില്ല കർത്താവ് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരു ദുരുപദേശം പിന്നീട് ഉണ്ടായിരുന്നു. എന്നാന്നറിയോ? കർത്താവ് ആ ഒരു എക്സാമ്പിൾ എടുത്താ പറഞ്ഞത്. ഏതാ? മോശം അനുഭവി സർപ്പത്തെ. പിന്നെ പലരും സർപ്പത്തെ എന്ത് ചെയ്യാൻ തുടങ്ങി? സർപ്പത്തെ ഞാൻ അത്രയും പറഞ്ഞ വിടുക. ഇത് ഓൺലൈനിലൊക്കെ ആയതുകൊണ്ട് ഞാൻ അത്രയും പറഞ്ഞാൽ വിടുകയാണ്. സർപ്പത്തെ എന്ത് ചെയ്യാൻ തുടങ്ങി? സർപ്പത്തെ ഉയർത്താനല്ല, എന്ത് ചെയ്യാൻ പറഞ്ഞാൽ നോക്കാനല്ല പറഞ്ഞത്. ഉയർത്തപ്പെട്ടവനായ ക്രിസ്തുവിനെ എന്ത് ചെയ്യണം? നിങ്ങൾ വായിക്കണ്ട ഈ ഇസ്രായേലിന് എന്താ സംഭവിച്ചെന്നുള്ളത്. 2 രാജാക്കന്മാർ പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, പ്രത്യേകിച്ച് ആ 4-ാമത്തെ വാക്യം വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം. അവൻ തന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലൊക്കെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അവൻ പൂജാരികളെ നീക്കി, വിഗ്രഹസ്തംഭങ്ങളെ തകർത്ത്, അശേര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ച്, മോശ ഉണ്ടാക്കിയ താമ്രസർപ്പത്തെ ഉടച്ചു കളഞ്ഞു. മോശ ഉണ്ടാക്കിയ താമ്രസർപ്പത്തെ സംഭവിച്ചെന്നറിയോ? പിന്നീട് ഇതെന്തായി മാറി? ഒബ്ജക്ട് ഓഫ് വർഷിപ്പ് ആയി മാറി അല്ലേ? ആരാധന മാത്രമായി എന്ത് ചെയ്തു? മാറി.
പക്ഷെ ദൈവമക്കളെ കഥ അവിടെ പറഞ്ഞത് അതിനെ ഉയർത്താനല്ല പറഞ്ഞത്, യേശുവിനെ എന്ത് ചെയ്യാനാണ്. അപ്പൊ നിക്കോദിമോസിനോട് പറയുന്ന ഒരു കാര്യം, ദൈവത്തെങ്കിലേക്ക് നീ തിരിയുന്നില്ല എങ്കിൽ നീ എവിടെ കിടക്കുകയില്ല, ദൈവരാജ്യത്തിലെത്തിയില്ല, കിടക്കുകയില്ല. എങ്ങനെ ദൈവത്തെങ്കിലേക്ക് തിരിയാൻ പറ്റുന്നത്? ഒറ്റ മാർഗം, വിശ്വാസത്തിലൂടെ. വിശ്വാസത്തിലൂടെ ക്രൂശിൽ ഉയർത്തപ്പെട്ട ക്രിസ്തുവിനെ എന്ത് ചെയ്യണം? നോക്കണം. ദൈവഭരണം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ആ ക്രൂശിൽ കർത്താവിനെ എന്ത് ചെയ്യണം? നോക്കണം. മാനസാന്തരപ്പെടണം. ദൈവത്തെങ്കിലേക്ക് എന്ത് ചെയ്യണം? തിരിയണം. വിശ്വാസത്തിലൂടെ മാത്രമേ ആരിലേക്ക് തിരിയാൻ കഴിയത്തുള്ളൂ? ക്രിസ്തുവിലേക്ക്. അപ്പോൾ ഒന്ന് മാനസാന്തരം, പൊതുജനനം, അത് നമ്മെ എവിടെ തിരിയും? ദൈവഭരണത്തിന്റെ കീഴിലെത്തിയും. ഒന്നുകൂടെ പറയാം, മാനസാന്തരം, പൊതുജനനം, അത് നമ്മെ എവിടെ തിരിയും? ദൈവരാജ്യത്തിന്റെ ഭരണത്തിന്റെ കീഴിലെത്തിയും. അങ്ങനെ ദൈവരാജ്യത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ വന്നവർ അനുസരിക്കേണ്ട ഭരണഘടനയാണ് ഏതിൽ കാണുന്നത്? മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ കാണുന്നത്. അപ്പോൾ ഞാൻ ഈ ഇത്രയും 1.5 മണിക്കൂർ എടുത്ത് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഇതിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഏത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ, ഇൻട്രൊഡക്ഷൻ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഞാൻ എന്റെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുക. തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഇന്ന് രാത്രി കർത്താവിന്റെ സന്നിധി നമുക്ക് ശോധന ചെയ്യേണ്ട ഒറ്റ വിഷയം, യഥാർത്ഥത്തിൽ നമ്മൾ ദൈവസന്നിധിയിലാണോ എന്ന് നമ്മൾ ശോധന ചെയ്യണം. യഥാർത്ഥത്തിൽ നമ്മൾ കർത്താവിന്റെ ഭരണത്തിന്റെ കീഴിലാണോ എന്ന് നമുക്ക് ശോധന ചെയ്യാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.